പെട്ടെന്ന് എനിക്ക് തോന്നി, ഇനി ഇവളോട് സംസാരിച്ച് സമയം കളയാതെ വചനം കൊടുക്കണം. അനുഭവങ്ങളുണ്ട് നമുക്ക്, വചനം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അനുഭവങ്ങളുണ്ട് അച്ഛന്മാർക്ക്. ഞാൻ എൻ്റെ മുറിയിൽ പോയി വചനം എടുത്തുകൊണ്ട് വന്നു. ഞാൻ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, ഞാൻ വചനം തുറക്കുമ്പോൾ ഈ മകൾക്ക് ആവശ്യമായ വചനം കൊടുക്കണം. അത് കേട്ട് അവൾക്ക് മാനസാന്തരം ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ കാരണവന്മാർ ദുഃഖിച്ച് മരിക്കാനിടയാവും. അതുകൊണ്ട് നീ ഇവർക്ക് പറ്റിയ വചനം ഈ പെണ്ണിന് കൊടുക്കണം. ഇത് പറഞ്ഞ് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയ തിരുവചനം പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ തിരുവചനമാണ്. പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. ഇപ്പോൾ ഓക്കെയാ കേട്ടോ പ്രകാശ് സാറേ, ഇപ്പോൾ ഓക്കെയാ, കുഴപ്പമില്ല. പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ തിരുവചനം വായിച്ചു കേൾപ്പിക്കാം. ഈ മകൾക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു പ്രേമബന്ധത്തിലോട്ട് പോയ 9-ാം ക്ലാസ്സുകാരിക്ക് വേണ്ടിയിട്ട് കർത്താവ് തന്ന വചനം കേട്ടോളുക. പ്രഭാഷകൻ 6:2. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്ക മരമായി തീരും. ഞാൻ അതിനു മുമ്പ് ഇങ്ങനെ ഒരു വചനഭാവം വായിച്ചിട്ടുണ്ടോ എന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്ക മരമായി തീരും. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഇത് കേട്ടാൽ വല്ലതും മനസ്സിലാവുമോ? പക്ഷേ സംഭവിച്ചെന്നറിയോ, അവള് വല്ലതും ഒറ്റ കാറിച്ച ഇത് കേൾക്കുകയും ഒറ്റ കാറിച്ച പേരൻസ് പോലും ഞടുങ്ങിപ്പോയി. ഇവരുടെ നടുക്കിരുന്നോണ്ട് ഇവള് കാറുന്നത്. ഇവര് തന്നെ പേടിച്ചു. ഇവൾ ഒറ്റ കാറിച്ച വലിയവായിലെ. ഞാൻ ചോദിച്ചു, മോളെ എന്നാ കരയുന്നേ? അപ്പോൾ ഇവള് പറയാ, എനിക്ക് പെട്ടെന്ന് കുമ്പസാരിക്കണം അച്ഛാ, കുമ്പസാരിക്കണേ എനിക്ക്. കണ്ട വചനം അവൾക്ക് പെട്ടെന്ന് മാനസാന്തരം കൊടുത്തു. ഇവള് നന്നായിട്ട് കുമ്പസാരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നു അവൾ ആ ബന്ധമെല്ലാം ഉപേക്ഷിച്ചു, പഠിച്ച് മിടുക്കായിട്ട് ഇപ്പോൾ അവളൊരു എന്തെങ്കിലും ഒരു ഉദ്യോഗസ്ഥയായി കാണും. കാരണം പഠിക്കാൻ നമ്പർ 1 ആയിരുന്നു അവള്. ഈ മനുഷ്യൻ്റെ അടുത്ത് പകല് ചെന്നപ്പോൾ ഈ മനുഷ്യനോട് പറയാ, അനുഭവങ്ങൾ ചോദിച്ചപ്പോൾ അയാളൊരു പട്ടാളക്കാരനാണ്. ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ യുദ്ധത്തിനൊക്കെ പോയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇപ്പം 95 വയസ്സുണ്ട്. അയാൾ ചേർപ്പങ്കലായിരുന്നു അയാളുടെ വീട്. അതിന് താമസം ഇപ്പം വേറെ സ്ഥലത്തോട്ട് മാറിപ്പോയതാണ്. ആ മനുഷ്യനോട് പറയാണ്, അതാ യുദ്ധത്തിലൊക്കെ ചെല്ലുമ്പോൾ, വലിയ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ, ഒത്തിരി ഭീഷണികൾ നേരിടുമ്പോൾ ചേർപ്പങ്കലെ ഉണ്ണീശോയെ എൻ്റെ മനസ്സിൽ ഞാൻ ധ്യാനിക്കുമായിരുന്നു പറഞ്ഞു. എനിക്കിതുവരെ ഒരു പോറലും ഏറ്റിട്ടില്ല. കണ്ട ആ മനുഷ്യൻ പറഞ്ഞതാണ്, ചേർപ്പങ്കലെ ഉണ്ണീശോയെ എൻ്റെ മനസ്സിൽ ഞാൻ ധ്യാനിക്കുമായിരുന്നു, എനിക്കിതുവരെ ഒരു പോറലും സംഭവിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ പല സ്ഥലത്തോട്ടും വിടുന്നില്ലേ? അവർക്ക് പോകുമ്പോൾ അവരോട് പറഞ്ഞു വിടരുത്, അയ്യോ വീട്ടിൽ ഇത്രയും കടമുണ്ട് കേട്ടോ, നീ ആയിട്ട് വേണം ഇതെല്ലാം വീട്ടാൻ നല്ല പറഞ്ഞു വിടേണ്ടത്. നീ എന്നാ പറഞ്ഞു കൊടുക്കണം? നീ നിനക്ക് വിശ്വാസം കൊണ്ട് പറഞ്ഞു കൊടുക്കണം, മോനെ ഒരു ബൈബിള് കൂട്ടത്തിൽ കരുതിക്കണം, മറന്നേക്കരുത്. ഒരു ബൈബിള് കൊണ്ടുപോകുന്ന കാര്യം മറന്നേക്കരുത്. ജപമാല കൊണ്ടുപോകണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ വലിയ വിശ്വാസ പാരമ്പര്യത്തിലുള്ളതാണ് കേട്ടോ. പറ്റുമെങ്കിൽ നീ പള്ളിയിൽ പോക്കോണം കേട്ടോ. ഇതൊക്കെയാ പറഞ്ഞു വിടണം. അല്ലാതെ എൻ്റെ മോനെ നമുക്ക് 50 ലക്ഷം കടമുണ്ടെന്നുള്ളത് നിനക്ക് അറിയാമല്ലോ അല്ലേ, മോളെ നിനക്കതറിയാമല്ലോ അല്ലേ? എന്നിട്ട് എന്നായും ഈ പെങ്കൊച്ച് വിദേശത്ത് ചെല്ലുമ്പോൾ മുഴുവൻ അപ്പൻ്റെ കടത്തെ പറ്റിയാ ചിന്ത. അങ്ങനെ ചിന്തിച്ച് അവൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്തും ഓവർ ഡ്യൂട്ടി ചെയ്തും എല്ലാം അങ്ങനെ ക്ഷീണിച്ച് കഴിയുമ്പോൾ ഇതാ അവളെ പ്രേമിക്കാൻ ഒരുത്തൻ. പ്രാർത്ഥനയില്ലാതെ നടക്കാൻ മകരല്ലോ. ഈ ഈനാഞ്ചാത്തിക്ക് മരപ്പെട്ടി കൂട്ടിന് വരും, സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ മരപ്പെട്ടിയുടെ കൂടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ജാതി ഏതാ മതമാണെന്നൊന്നും നോക്കട്ടൊന്നുമില്ല, വീട്ടിലോട്ട് പറയുക, എനിക്ക് പ്രത്യേകിച്ച് കല്യാണമൊന്നും ആലോചിക്കേണ്ട കേട്ടോ, ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാനൊരു സംഭവ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മുടെ മുരിങ്ങൂര് ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരൻ, അവിടുത്തെ ഒരു ശുശ്രൂഷകൻ, തൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം എന്നോട് ഒരിക്കൽ പങ്കുവച്ചു. ധ്യാനം കൂടിയ ഒരു കുടുംബം, അവർക്ക് ഒത്തിരിയേറെ കുടുംബ പ്രശ്നങ്ങളുണ്ട്. കൗൺസിലിങ്ങിന് ഈ ബ്രദറിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ കുടുംബം ബ്രദറിനോട് ചോദിച്ചു, ഞങ്ങളുടെ വീട്ടിലൊന്ന് വന്ന് പ്രാർത്ഥിക്കാവോ? ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കഴിയാൻ പറ്റുന്നില്ല, ബ്രദർ വന്നൊന്ന് പ്രാർത്ഥിക്കാവോ? അപ്പോൾ ബ്രദർ വന്ന് പ്രാർത്ഥിച്ചാൽ തടസ്സമൊക്കെ മാറുമെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ ബ്രദർ അവർക്ക് ഒരു അപ്പോയിൻമെൻ്റൊക്കെ കൊടുത്ത്, ഒരു ദിവസം വരാം,
മുരിങ്ങ ശുശ്രൂഷയില്ലാത്ത ഒരു ദിവസം വന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ബ്രദർ ഒരു സമ്പൂർണ്ണ ബൈബിളൊക്കെ എടുത്ത് വീട്ടിലോട്ട് പോയി. വീട്ടുകാർ ബ്രദറിനെ കാത്തിരുന്നു. വൈകുന്നേരമാണ് ചെല്ലാമെന്ന് പറഞ്ഞത്. പകലത്തെ ശുശ്രൂഷയ്ക്കൊക്കെ ശേഷം ബ്രദർ ആ വീട്ടിലേക്ക് വൈകുന്നേരം കടന്നു ചെല്ലുമ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ബ്രദർ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രീതിയിൽ കുറേ പ്രാർത്ഥനകളൊക്കെ കേട്ടു. അപ്പോൾ ഈ ബ്രദർ ചിന്തിച്ചു, എന്താണിത്? കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രാർത്ഥനകളാണല്ലോ. അതുകൊണ്ട് സന്ധ്യയാണ്. ബ്രദറിനെ ആ വീട്ടുകാർക്ക് കാണത്തില്ല, അയലോക്കത്തെ വീടാണ്. ബ്രദർ ഇങ്ങനെ അവിടെ പോയി നോക്കി നിന്നത് എന്താണെന്നറിയാനായിട്ട്. അപ്പോൾ കാണുന്ന കാഴ്ച, ആ വീട്ടുകാരെല്ലാം ഇങ്ങനെ ചുറ്റും കൂടിയിരിക്കുക. അവരുടെ നടുവിലായിട്ടൊരു മന്ത്രവാദി ഇരിപ്പുണ്ട്. ഈ വീട്ടുകാർ വിളിച്ചു വരുത്തിയതാണ്, ഒരു മന്ത്രവാദിയെ വിളിച്ചു വരുത്തിയതാണ്. എന്തിനാണ്? അവരുടെ വീട്ടിൽ ഏതാണ്ടെല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് മന്ത്രവാദിയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. മന്ത്രവാദി പറഞ്ഞു, മന്ത്രവാദി വന്ന് അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ചില പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടുകാരുടെ പ്രശ്നം മാറുമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം ബ്രദർ ഇങ്ങനെ കൗതുകപൂർവ്വം അവിടെ ഒളിഞ്ഞു നിന്ന് നോക്കി നിൽക്കുക, എന്താ സംഭവിക്കുന്നതെന്നറിയാൻ. സന്ധ്യാസമയമാണ്. ബ്രദറിനെ അവർക്കൊന്നും കാണത്തില്ല. പക്ഷെ ബ്രദറിന് ആ വീട്ടിലുള്ള പ്രകാശത്തിൽ അവിടെ നടക്കുന്നതൊക്കെ കാണാം. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബ്രദറിൻ്റെ കയ്യിൽ സമ്പൂർണ്ണ ബൈബിൾ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മന്ത്രവാദി എഴുന്നേറ്റ് പറഞ്ഞു, ഇന്ന് ഒന്നും നടത്താൻ പറ്റിയല്ല, നമ്മൾ ഉദ്ദേശിച്ചതൊന്നും ഇന്ന് നടക്കുകയില്ല. അപ്പോൾ വീട്ടുകാർ ചോദിച്ചു, അതിനെ നമ്മളിന്ന് നടത്താമെന്നൊക്കെ പറഞ്ഞിരുന്നതാണല്ലോ. അപ്പോൾ ഈ മന്ത്രവാദി പറയാണ്, നിങ്ങൾ കാണുന്നില്ലേ, ഞാനിവിടെ കത്തിച്ച് വെക്കുന്ന തിരി വിളക്ക് കെട്ടുപോവുക. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞാനിവിടെ കത്തിച്ച് വെക്കുന്ന വിളക്ക് കെട്ടുപോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഏതോ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഒരു തീനാളം അങ്ങ് കയറി വരുന്നുണ്ട്. ഏതോ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഒരു തീനാളം കടന്നു വന്നിട്ട് ഞാനിവിടെ കത്തിച്ച് വെക്കുന്ന ഈ വിളക്ക് കെട്ടുപോകുന്നു നിങ്ങൾ കണ്ടില്ലേ? വിളക്ക് കെട്ടുപോകുന്ന അവർ കണ്ടു. എവിടുന്ന തീ കടന്നുവെന്നും വീട്ടുകാർ കണ്ടില്ല. പക്ഷേ മന്ത്രവാദി ഇത് കണ്ടോണ്ടാണ് പറയുന്നത്. എന്നിട്ട് അയാൾ എഴുന്നേറ്റ് എന്നാ ഇതെന്നറിയാമോ? വീട്ടുകാരനോട് പറഞ്ഞു, ഒരു ടോർച്ച് എനിക്ക് വേണം, ഒരു ടോർച്ച്. രാത്രിയാണുള്ള സമയം. അപ്പോൾ വീട്ടുകാരനൊരു ടോർച്ച് ഈ മന്ത്രവാദിയുടെ കയ്യിലോട്ട് കൊടുത്തു. അയാൾ ഈ ടോർച്ചും കൊണ്ട് നേരെ പറമ്പിലോട്ടിറങ്ങി. അപ്പം നമ്മുടെ പ്രേക്ഷിതൻ നോക്കി നിൽക്കുമ്പോൾ ഈ പ്രേക്ഷിതൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. നേരെ ഈ മനുഷ്യൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് ഇരുട്ടത്ത് ഈ ടോർച്ചും തെളിച്ചുകൊണ്ട് ഈ മന്ത്രവാദി കടന്നു വന്നിട്ട്, അപ്പോഴത്തേക്കും നമ്മുടെ പ്രേക്ഷിതൻ ഒരു മരത്തിന് മറഞ്ഞു നിന്നു, ഒരു കൊടിമരത്തിന് മറഞ്ഞു നിന്നു. ഇയാൾ തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഈ മന്ത്രവാദി പെട്ടെന്ന് വന്നിട്ട് ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും ഈ സമ്പൂർണ്ണ ബൈബിൾ അങ്ങോട്ട് പിടിച്ചു പറിച്ചങ്ങ് മേടിച്ചു. പിടിച്ചു പറിച്ചുന്ന രീതിയിൽ ഈ മന്ത്രവാദി ഈ പ്രേക്ഷിതൻ്റെ കയ്യിൽ നിന്നും ഈ ബൈബിൾ അങ്ങ് മേടിച്ചു. എന്നിട്ട് അത് എറിയാൻ തുടങ്ങുക. അപ്പോൾ പ്രേക്ഷിതൻ കയ്യേക്കാലെ വീണ് പറഞ്ഞു, എന്ത് വേണേ എന്നോട് ചെയ്തോളുക, പക്ഷേ എനിക്ക് ഈ ബൈബിൾ തിരിച്ചു തരണം. അങ്ങനെ അയാൾ കരഞ്ഞ് നിലവിളിച്ച് ബൈബിൾ തിരിച്ച് മേടിച്ചു. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു കമൻ്റ് ഇതാണ്, അച്ഛാ, നമുക്ക് കത്തോലിക്കർക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വില അറിയത്തില്ല, നമുക്ക് ഈ ദൈവവചനത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിയത്തില്ല. അത് പൈശാചിക ശക്തികൾ ഈ വചനത്തിൻ്റെ ശക്തി മന്ത്രവാദികൾക്കൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കണ്ടോ? ഞാൻ ചിന്തിക്കുക ചെയ്തത്, നമ്മുടെ ഇടമേഖല എന്തേറെ പേരുണ്ടല്ലേ, നിങ്ങൾ കുറച്ച് പേരെ പള്ളിയിൽ വചനം കേൾക്കാൻ വന്നിട്ടുള്ളൂ. അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ ഈ ചാനലിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്, വീടുകളിലൊക്കെ കുറച്ച് പേര് ഇരുന്ന് കാണുന്നുണ്ടെന്ന് പറയും. നല്ല കാര്യം. നമ്മൾ പലപ്പോഴും ദൈവവചനത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ ഒത്തിരി ദുഃഖിതരായിട്ട് കഴിയുന്നവരാണ് നമ്മൾ. ഒത്തിരി ദുഃഖിതരായിട്ട്, ഒത്തിരി പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ ഈ വചനത്തിൻ്റെ ശക്തി മനസ്സിലാകാത്തതുകൊണ്ട് കഴിയുന്നവരാണ്
നമ്മളിൽ ഒത്തിരി പേര് നമുക്ക് കരങ്ങളെടുത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി നിങ്ങൾ സ്തുതിക്കുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ 2-3 ദിവസം വചനം പ്രഘോഷിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ലഭിക്കുവാനായിട്ട് നിങ്ങളൊന്ന് പ്രത്യേകമായിട്ടൊന്ന് സ്തുതിക്കണം. ഞാനതിന് വേണ്ടിയിട്ട് ഒരു വചനം വായിക്കാം. അത് കഴിയുമ്പോൾ നിങ്ങൾ എഫേസസ് ലേഖനം 6-ാം അധ്യായം. ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ. എൻ്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ സമയം നിങ്ങൾ കരങ്ങളുയർത്തി സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ തരുവാൻ വേണ്ടിയിട്ടൊന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്വരമുയർത്തി സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, 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 നന്ദി. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും ഒരു സംശയമുണ്ട്. ഒത്തിരിയേറെ വചനം കേൾക്കാറുണ്ടല്ലോ. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ കുറേ വർഷങ്ങളായിട്ട് ഒത്തിരി ധ്യാനകേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ധ്യാനകേന്ദ്രങ്ങൾ കേരളത്തിൽ തന്നെ എത്രയോ ധ്യാനകേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെ എല്ലാ രൂപതകളിലും തന്നെ കൺവെൻഷൻസ് നടക്കുന്നു. ഒത്തിരിയേറെ കൺവെൻഷൻസ് നമുക്കുണ്ട്. രൂപതയിൽ ബൈബിൾ കൺവെൻഷനുണ്ട്, എല്ലാ വർഷവും മുടങ്ങാതെ നടക്കുന്നുണ്ട്. അതുകൂടാതെ ഓരോ ഇടവകയിലും വാർഷിക ധ്യാനങ്ങൾ നടക്കുന്നുണ്ട്. ഇതും മാത്രമല്ല, എല്ലാ പള്ളിയിലും ഞായറാഴ്ചകളിൽ ബഹുമാനപ്പെട്ട വൈദികർ വചനം വ്യാഖ്യാനിച്ച് സംസാരിക്കുന്നുണ്ട്. ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇതുപോലെ ഈ വചനത്തെക്കുറിച്ച് പറയാൻ കാരണം? നമ്മൾ ഈ ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ അതൊന്നും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. എന്തിനാണ് ഇതുപോലെ നമ്മൾ വചനം കേൾക്കുന്നത്? നിങ്ങൾ ഈ 3 ദിവസങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ കുറേ സംശയങ്ങളും പല തെറ്റിദ്ധാരണകളും ഒക്കെ മാറുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നമുക്കറിയാം, എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് തിരുവചനത്താൽ. എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്താലാണ്. വചനം കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാകട്ടെ എന്നുള്ള തിരുവചനത്താലാണ് സമസ്തവും സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഈ വചനത്തിൻ്റെ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അച്ഛനിടയ്ക്ക് ഹല്ലേലൂയ എന്നോ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളത് ആവർത്തിച്ച് പറയണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വചനം ഉൾക്കൊള്ളാനായിട്ട് ഈ പറയുന്നതായ സ്തുതിപ്പും പ്രാർത്ഥനയും നമ്മൾ ഏറ്റുചൊല്ലുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ സഹായിക്കും. അപ്പോൾ എല്ലാം ഉണ്ടായത് ദൈവത്തിൻ്റെ വചനത്താലാണ്. അതിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് വചനത്താലാണെന്നുള്ള കാര്യം ഗ്രന്ഥകാരൻ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം. ഞാൻ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാമയനായ കർത്താവേ, വചനത്താൽ അങ്ങ് സകലതും സൃഷ്ടിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാമയനായ കർത്താവേ, വചനത്താൽ അങ്ങ് സകലതും സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കുവാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കുവാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് പറയാമോ? എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് വചനത്താലാണെന്ന് ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥകർത്താവ് പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് വചനത്താൽ. എന്നാൽ മനുഷ്യന് നീ രൂപം നൽകിയത് ജ്ഞാനത്താലാണ്. അതിൻ്റെ അർത്ഥം ഈ മാറ്റം എന്നാ? എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് വചനത്താലാന്ന് പറഞ്ഞിട്ട് മനുഷ്യന് രൂപം നൽകിയത് ജ്ഞാനത്താലാണെന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ്? അച്ഛനൊന്ന് വിശദീകരിക്കാം. ഉണ്ടാകട്ടെ എന്നുള്ള വചനത്താലാണ് പക്ഷികളും മരങ്ങളും മൃഗങ്ങളും എല്ലാം ഉണ്ടായത്.
എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ജ്ഞാനത്താലാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, മനുഷ്യന് മാത്രമേ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാനും ജീവിക്കുവാനും പറ്റുള്ളൂ. മൃഗങ്ങൾക്കത് പറ്റത്തില്ല, പക്ഷികൾക്കത് പറ്റത്തില്ല, മറ്റ് ജീവജാലങ്ങൾക്കൊന്നും പറ്റത്തില്ല. മനുഷ്യന് മാത്രം പറ്റുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാനും അത് അനുസരിച്ച് ജീവിക്കുവാൻ. നമ്മൾ കാണുന്നുണ്ട്, ആദ്യം മുതൽ, അതായത് സൃഷ്ടിയുടെ ആരംഭം മുതൽ, മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതൽ ദൈവവചനം അവന് ദൈവം കൊടുക്കുന്നുണ്ട്. ദൈവവചനം ആദത്തോടും അവയ്ക്കും കൊടുത്ത വചനം എന്നാണ്? തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ പഴം നിങ്ങൾ തിന്നരുത്. ഇതായിരുന്നു അന്ന് കൊടുത്ത വചനം. അന്ന് കൊടുത്ത വചനം ഇതായിരുന്നു, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ പഴം നിങ്ങൾ ഭക്ഷിക്കരുത്. അങ്ങനെ കൊടുക്കാൻ കാരണം എന്താണ്? അത് ദൈവവുമായിട്ട് ബന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ദൈവം പറയുന്നത് പോലെ കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കരുത്. ഇപ്പോൾ കാണുന്നുണ്ട്, ആദ്യം തൊട്ടേ വചനം കൊടുത്താണ് കൊണ്ടുവരുന്നത്. പിന്നെ മനുഷ്യനെ അധപതിച്ച് കഴിയുമ്പോഴും അവർക്ക് വചനം കൊടുക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ തിരുവചനം മനുഷ്യനെ രക്ഷിക്കാനായിട്ട് അന്നേരം വചനം കൊടുക്കുന്നുണ്ട്. രക്ഷകനെ അയക്കാമെന്നുള്ളതായ ഒരു വചനം. അതിങ്ങനെയാണ്, നീയും സ്ത്രീയും തമ്മിലും, സർപ്പത്തോട് പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. പ്രിയപ്പെട്ട സഹോദരരെ, ചിന്തിക്കണം. ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു ക്രമത്തിൽ കുറേ കാര്യങ്ങൾ ആദ്യം കാണും. നിങ്ങൾക്ക് ഈ വചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാനായിട്ട് അച്ഛനിത് വിശദീകരിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം ലംഘിച്ചപ്പോഴും വീണ്ടും വചനം കൊടുത്ത് അവനെ രക്ഷിക്കുകയാണ്. ഇതേ സർപ്പത്തോട് പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അതിൻ്റെ അർത്ഥവനാണ്, ഒരു രക്ഷകൻ പിറക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ആദ്യ മനുഷ്യൻ്റെ പാപത്തിൻ്റെ അവസരത്തിൽ ദൈവം കൊടുത്തതായ വചനമാണ്. ഒരു രക്ഷകനെ ഞാൻ അയക്കും, ആ രക്ഷകനിലൂടെ ഞാൻ എല്ലാവരെയും രക്ഷയുടെ പാതയിലേക്ക് കൊണ്ടുവരും. പിന്നെ നമ്മൾ കാണുന്ന കാര്യം നോഹയുടെ കാലഘട്ടം. നോഹയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ദൈവം പറഞ്ഞതനുസരിച്ചാണ് നോഹ പെട്ടകം പണിതതും ജീവജാലങ്ങളെല്ലാം അതിനകത്ത് കയറ്റിയതും രക്ഷപ്പെട്ടതും എല്ലാം വചനം അനുസരിച്ച. എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാണ് മനുഷ്യൻ നീങ്ങിയത്. പിന്നെ കാണുന്നത് പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടമാണ്. അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, ഈ 3 പിതാക്കന്മാർ ദൈവം എന്തു പറഞ്ഞോ അതനുസരിച്ച് നീങ്ങി. നമുക്കിന്നാണ് ചിന്തിക്കാൻ പറ്റുമോ? 75 വയസ്സായ ഒരു കാർന്നോരെ ദൈവം വചനം കൊടുത്ത് തൻ്റെ താമസ സ്ഥലത്ത് നിന്ന് മാറ്റി കൊണ്ടുപോവുക. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പ്രദേശത്തോട്ട് 75 വയസ്സായ ഒരു കാർന്നോരെയും അവൻ്റെ ഭാര്യയെയും കൂടെ ദൈവം കൂട്ടിക്കൊണ്ടു പോകുക. എന്തിന്? നമ്മുടെയൊക്കെ പൂർവ്വപിതാവായിക്കൊണ്ട് നമ്മളെയൊക്കെ വിശ്വാസത്തിൽ വളർത്തുന്ന പിതാവാകാനായിട്ട് ഒരു വയസ്സായ കാർന്നോരെ കർത്താവ് ഒരു സ്ഥലത്തുനിന്ന് കൂട്ടിക്കൊണ്ടു പോവുക. ഇതാ വചനത്തിൻ്റെ ഗതി. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ പോയി ഈ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം അവസാനിക്കുന്നത് നമ്മൾ കാണുന്നത് എവിടെയാണ്? അവർ ഈജിപ്തിലെത്തുന്നുണ്ട്. ഈജിപ്തിൽ, ഞാൻ ചുരുക്കി പറയുക ഈ ചരിത്രം ഒന്ന് മനസ്സിലാകാനായിട്ട്. അപ്പം അങ്ങനെ ഈജിപ്തിലെത്തി നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ അടിമകളായിട്ട് കഴിഞ്ഞ ഒരു കാലമുണ്ട്. അടിമകളായിട്ട് അന്നും അവർക്ക് ദൈവം വചനമാണ് കൊടുത്തത്. നിങ്ങളെന്നും പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും വായിക്കണം. നമ്മളെന്തേലും പുസ്തകങ്ങൾ വായിക്കുന്നു, പത്രമൊക്കെ എത്ര എണ്ണം മാറി മാറി വായിക്കാറുണ്ട്. പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകുന്നത് ഏക ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥമാണ്. എന്നാൽ എനിക്കറിയാം ചിലരുണ്ട് ബൈബിൾ എന്നും വായിക്കുന്നവരുണ്ട്. ഈയിടെ ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നപ്പോൾ അവർ പറയുകയുണ്ടായി, ഈ കോവിഡ് കാലത്ത് അവർ മാതാപിതാക്കന്മാരും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു പ്രാവശ്യം, പല ദിവസമായിട്ട് ഒരു പ്രാവശ്യം ഈ ബൈബിൾ മുഴുവൻ വായിച്ച് തീർത്തെന്ന് പറഞ്ഞു. കോവിഡ് കാലത്ത് അച്ഛാ പുറത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഞങ്ങൾ മാതാപിതാക്കന്മാരും മക്കളും ഒക്കെ കൂടെ ഒരുമിച്ചിരുന്ന് ബൈബിള് ഒരു പ്രാവശ്യം വായിക്കുമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബൈബിള് വായിച്ചു തീർത്തു.
എന്തൊരു വലിയ കാര്യമാണെന്നറിയാം, അത് വലിയൊരു കാര്യമാണ്. ഇനി നമുക്ക് പറഞ്ഞതിൻ്റെ ബാക്കി കാണാം. അങ്ങനെ ദൈവം വചനത്തിലൂടെ ജനത്തെ നയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈജിപ്തിലെത്തി അടിമകളായിട്ട് കഴിഞ്ഞ കാര്യം നമുക്കറിയാം. അവിടെ മോശ എന്ന ഒരു നേതാവിനെ ദൈവം തിരഞ്ഞെടുത്തു. ഈ മോശയെ തിരഞ്ഞെടുത്ത് അവനോട് പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം, നീ ഇസ്രായേൽക്കാരെ നയിക്കണം. എൻ്റെ മക്കൾ അടിമകളായിട്ട് ഈജിപ്തിൽ കഴിയുമെന്ന് നിനക്കറിയാമല്ലോ, നീ അവരോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. മോശ ആദ്യമൊക്കെ മല്ലിടുന്നുണ്ട്. മോശ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുമോ? അവർ മല്ലടിച്ച് കഴിയുന്ന ഒരു ജനമാണ്, ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുമോ? അപ്പം തമ്പുരാൻ പറഞ്ഞു, ഇത് ഞാനാ നിന്നോട് പറയുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇനി നിനക്ക് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണല്ലോ, നീ എന്നാ ചെയ്യണം? നിൻ്റെ സഹോദരനായ അഹറോൻ നിനക്ക് വേണ്ടി സംസാരിക്കും. അങ്ങനെ ഈ മോശയും അഹറോനും കൂടെ തമ്പുരാൻ്റെ വാക്കുകൾ ഈ മനുഷ്യർക്ക് കൊടുക്കുക. ഈജിപ്തിൽ അടിമകളായിട്ട് കഴിയുമ്പം ഏതാണ്ട് ഒരു 430ഓളം വർഷങ്ങൾ ഈ മനുഷ്യരവിടെ കഴിഞ്ഞെന്ന് ഓർക്കണം. 430 വർഷത്തോളം. അന്നത്തെ മനുഷ്യർക്കൊക്കെ ആയുസ് കൂടുതലുള്ളവരാണ്. നിങ്ങൾ ബൈബിള് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കാണും, 900 വർഷം ജീവിച്ചവരും 962 വർഷം ജീവിച്ചവരെയൊക്കെ ചരിത്രം നമ്മൾ പൂർവ്വപിതാക്കന്മാരുടെ ഇടയിൽ കാണുന്നുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ മോശയും അഹറോനും തമ്പുരാൻ കൊടുത്തതായ വചനങ്ങളാണ് ആ അടിമകളായിട്ട് കഴിഞ്ഞ ഇസ്രായേൽക്കാർക്ക് കൊടുത്തത്. ഫറവോയുടെ മുമ്പിൽ പോയി ഇവർ സംസാരിക്കുന്നതും ദൈവമായ കർത്താവ് അവരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളുടെ ഈ വചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് ഇടയ്ക്ക് ഒരു സംഭവം പറയാം. അടുത്ത കാലത്ത് ഞാനൊരു ഹോസ്റ്റലിൽ കുർബാനയ്ക്ക് ചെന്നപ്പോൾ, നമ്മുടെ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു ഹോസ്റ്റൽ, പെൺകുട്ടികളുടെ ഒരു ഹോസ്റ്റൽ, അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മദർ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവിടെ ഒരു പെൺകുട്ടി, അവൾ പഠിക്കാനായിട്ട് വളരെ മിടുക്കിയാണ്, അവൾ മലബാറുകാരത്തിയാണ്, പക്ഷേ അവൾക്ക് വളരെ ഹോംസിക്നെസ് എന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് പോകണം എന്നുള്ള ചിന്തയാണ്. അവൾക്ക് ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നില്ല. ഇവൾ വീട്ടിലെ ഏക സന്തതിയാണ്. അപ്പോൾ ഇവൾക്ക് മാതാപിതാക്കന്മാരെ കാണാതെ ഹോസ്റ്റലിൽ നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഞങ്ങൾ എന്തേലും പറഞ്ഞിട്ടും ഇവളിവിടെ നിൽക്കത്തില്ല. ഇവൾക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. ഇവളുടെ പേരൻസ് ആണെങ്കിൽ മദർ പറയാണ്, കൂടെ ഞങ്ങളെ വിളിച്ചിട്ട് പറയും, അയ്യോ നിങ്ങൾ തിരിച്ചു വിടരുത് കേട്ടോ. പാലായിലെ ഒരു ഹോസ്റ്റലിലെ കാര്യമാണ്, പാലായിലെ ഒരു ഹോസ്റ്റലിൽ നടന്ന കാര്യമാണ്. നിങ്ങളിങ്ങനെ തിരിച്ചു വിടരുത്, കാരണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പഠിക്കാനൊന്നും സൗകര്യമില്ല. ഇവളിവിടെ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പഠിക്കുന്ന ആളാണ്, നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാണ്, എല്ലാത്തിനും A+ കിട്ടി വന്ന കൊച്ചാണ്. അപ്പം തിരിച്ചു വിടരുത്, നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞു. അല്പം വെള്ളം കുടിച്ചോട്ടെ. അപ്പോൾ ഈ മദർ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, ഞങ്ങൾ പറഞ്ഞിട്ട് ഈ കൊച്ചു നിൽക്കുന്നില്ല, അച്ഛനൊരു ചെറിയ ഉപദേശം കൊടുക്കാവോ? ഞാൻ പറഞ്ഞു, കാണാം. ഇവളുടെ പ്രത്യേകതയും കൂടെ അവർ പറഞ്ഞു, ഒരു ഹൈന്ദവ വീട്ടിലെ കൊച്ച, ഒരു ഹൈന്ദവ പെൺകുട്ടിയാണ്. അപ്പം ഞാൻ ഓർത്തു, ഈ കൊച്ചിനോട് എന്നാ പറയാൻ പറ്റുന്നത്? നമ്മുടെ കത്തോലിക്ക പിള്ളേരോടാണെങ്കിൽ ഒരു കൊന്ത ചെല്ലാനോ ബൈബിള് വായിക്കാനോ ഒക്കെ പറയാം. ഇവളോട് എന്നാ പറയുന്നത്? ഇങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചു. ഞാൻ ഏതായാലും കുർബാനയ്ക്ക് ആ മഠത്തിൽ കുർബാനയ്ക്ക് കയറി. ഇപ്പോൾ ഞാനിങ്ങളെ ഇവളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. മദർ ഈ പെൺകൊച്ചിനോട് പറഞ്ഞു, ഇന്ന് ഇവിടെ കുർബാനയ്ക്ക് വന്നിരിക്കുന്ന അച്ഛൻ നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അച്ഛൻ കുർബാന കഴിയുമ്പോൾ നിന്നെ കണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ പള്ളിയിൽ കയറി നിന്നോളാൻ പറഞ്ഞു. നമുക്ക് മറ്റു മതസ്ഥരെ പള്ളിയിൽ കയറാൻ നിർബന്ധിക്കത്തില്ല. അപ്പോൾ മദർ പറഞ്ഞു, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പള്ളിയിൽ കയറി നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ മദർ പറഞ്ഞ അനുസരിച്ച്, നല്ല കൊച്ചാണല്ലോ, അവൾ സ്വഭാവമൊക്കെ നല്ലതാണ്, ഇവൾക്ക് ആകെ പ്രശ്നം ഹോംസിക്നെസ്സാണ്. അവൾ പള്ളിയിലുണ്ടായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു പള്ളിയിൽ ഇവൾ നിൽപ്പണമെന്നുള്ള കാര്യം.
അന്ന് കുർബാനയ്ക്ക് കിട്ടിയ സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ളതായിരുന്നു. 13-ാമത്തെ അധ്യായം. അന്ന് വായിച്ച് അവസാനിപ്പിച്ച തിരുവചനം ഇങ്ങനെയായിരുന്നു: അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. മർക്കോസ് 13:13. അവസാനം വരെ ഫീഡ്ബാക്ക് കുറവാണ്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഇപ്പം ഞാൻ ഈ സുവിശേഷ ഭാഗം വായിച്ച് ചെറിയൊരു സന്ദേശം, 2-3 മിനിറ്റുള്ള ഒരു സന്ദേശം കൊടുത്തു. അപ്പോഴും എനിക്കറിയത്തില്ല ഈ കൊച്ചു പള്ളിയിലുണ്ടെന്നുള്ളത്. മറ്റ് ഹോസ്റ്റൽ പിള്ളേരൊക്കെ പള്ളിയിലുണ്ടായിരുന്നു, പിന്നെ ബാക്കി സിസ്റ്റേഴ്സായിരുന്നു. കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കൊച്ചിനെ പ്രതീക്ഷിച്ച് കാഴ്ചമുറിയിൽ പോയിരുന്നു. അപ്പോൾ മദർ ഈ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്ന് ഞാൻ അവളോട് പറഞ്ഞു, മോളെ അവിടെ ഇരിക്കുക. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാനിവിടെ നിന്നോളാം. അപ്പോൾ മദർ അങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞിട്ട് അവൾ ഇരുന്നില്ല. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, മോളെ നിനക്കെന്തോ സംസാരിക്കാനുണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്ന് മദർ പറഞ്ഞിരുന്നു, നീ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഇവൾ എടുത്ത വായിൽ എന്നോട് പറഞ്ഞതെന്നറിയോ? അച്ഛാ, എൻ്റെ പ്രശ്നമൊക്കെ മാറി, ഞാൻ ഇപ്പം കിട്ടാൻ തുടങ്ങി, ഇപ്പം ഫീഡ്ബാക്ക് കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് കേൾക്കാം ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. വലിയ ഇങ്ങനെ ഒരു കയത്തിലോട്ട് വിടുന്ന പോലെ എന്നാന്നൊന്നും അറിയത്തില്ല. നിങ്ങളെ തന്നെ കാണാൻ പറ്റുന്നില്ല, വലിയൊരു കയത്തിലോട്ട് പെട്ട പോലെയാണ്. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം ഫീഡ്ബാക്ക് ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കാവോ? കേൾക്കാം. ഓക്കെ. ഇവളെ പറഞ്ഞു, അച്ഛാ എൻ്റെ പ്രശ്നമൊക്കെ മാറി, സന്തോഷം. അച്ഛൻ എങ്ങനെയാണ് മാറിയത്? അച്ഛൻ ഇന്ന് ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചില്ലേ? എന്നാ വായിച്ചേ? അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ആ സമയത്ത് എന്നോട് ആരോ ഉള്ളിലുള്ളതുകൊണ്ട് പറഞ്ഞു, ഇത് നിന്നെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൾ പറയാം, ഒരു ഹൈന്ദവ കൊച്ച് എന്നോട് പറയുകയാണ്, അച്ഛൻ്റെ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചില്ലേ? ആ സമയത്ത് എന്നോട് ഉള്ളിൽ നിന്ന് ആരോ പറയാണ്, ഇത് നിന്നെക്കുറിച്ചാണ് പറഞ്ഞത്, നീ അവസാനം വരെ ഇവിടെ നിന്ന് പഠിക്കണം. അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന രക്ഷ പ്രാപിക്കും അല്ലേ? അവസാനം വരെ നീ ഇവിടെ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. എനിക്കിപ്പം വീട്ടിലോട്ട് പോകണമെന്നുള്ള ചിന്തയില്ല, എനിക്കിവിടെ നിന്ന് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ വചനം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. കരങ്ങളെടുത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് മെസ്സേജ് ഉണ്ടാവും. ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് നിന്ന് സ്വീകരിക്കാൻ കാണും. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയ ഞങ്ങളൊക്കെ അച്ഛന്മാരായിട്ട് 33 വർഷമായി. 33 വർഷം. 1988 അച്ഛന്മാരായതാണ്. നമുക്കറിയാം പൗരോഹിത്യ ജീവിതത്തിൽ ഈ വചനം എത്രമാത്രം അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുന്നുവെന്ന് ഞങ്ങൾ ഓരോ പ്രാവശ്യവും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പം നടക്കുന്ന സംഭവങ്ങളും അത്ഭുതങ്ങളും ഞങ്ങൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിച്ചനോടും കൊച്ചച്ചന്മാരോടൊക്കെ ചോദിച്ചു നോക്കുക. അവർക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കാണും. നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞു വന്ന ഈ വചനത്തിൻ്റെ ശക്തി. നമ്മൾ മോശയുടെ കാര്യം വരെ എത്തുമായിരുന്നു. മോശയും അഹറോനും പോയി ഫറവോയുടെ സന്നിധിയിൽ അവർക്ക് ഗർജിക്കാൻ സാധിച്ചതെന്നാണ് കർത്താവിൻ്റെ വചനം അവരുടെ അധരങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അല്ലാതെ മോശ തന്നെ പോയാൽ ഫറവോ പിടിച്ച് മോശ എന്നെ ചെയ്യുമെന്ന് അറിയത്തില്ല, കൊന്നു കളഞ്ഞെന്ന് വരാം. പക്ഷെ ഒരു മോശയ്ക്കും ഒരു ഫറവോനും ഒരു മോശയെ കൊല്ലാൻ പറ്റത്തില്ല. കാരണം കർത്താവിൻ്റെ അധരങ്ങളിലുള്ളതാണ് മോശ സംസാരിച്ചത്. നിങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ ഓർക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളുടെ ആശയങ്ങൾ പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വകവക്കയല്ല. ഇന്ന് പിള്ളേർക്ക് നല്ല വിവരമുള്ളവരാ. നിങ്ങളുടെ ആശയങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിള്ളേരെ വളർത്താൻ പറ്റത്തില്ല. ജീവിത പങ്കാളിയോടും അങ്ങനെ തന്നെ. നിങ്ങളുടെ സ്വന്തം ആശയങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടായില്ല. മറിച്ച് നിങ്ങൾ തിരുവചനം വായിക്കുന്നവരും വചനത്തിലെ കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരനുസരിച്ചിരിക്കും, സംശയമൊന്നും വേണ്ട. വേറെ ഒരു സംഭവം ഓർക്കുന്ന ഇതാണ്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരായ ഭാര്യയും ഭർത്താവും കൂടെ അവരുടെ ഒരു പെൺകൊച്ചിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. സുന്ദരിയായ ഒരു കൊച്ച്. അപ്പനും അമ്മയും വളരെ ദുഃഖിതരായിട്ടാണ്, ചെറുപ്പക്കാരാണ്. അവർ വളരെ ദുഃഖിച്ച് അവിടെ വന്നിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ മുഖത്ത് വലിയ മ്ലാനത?
കൊച്ചിന് വലിയ മ്ലാനതയൊന്നും കാണാനില്ല. അവളിങ്ങനെ ഇരിപ്പുണ്ട്, അവരുടെ നടുക്ക് വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ അവർ പറയാണ്, അച്ഛാ ഇവളെക്കുറിച്ച് പറയാനായിട്ടാണ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ഇന്ന് പിള്ളേരെ വളർക്കുന്ന മാതാപിതാക്കന്മാർ നിങ്ങൾക്കറിയാമല്ലോ, 2 കണ്ണൊന്നും പോരാ ഇന്ന് പിള്ളേരെ വളർത്താൻ. പെൺകുട്ടികളെ വളർത്താൻ 2 കണ്ണൊന്നും പോരാ കേട്ടോ. അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ കൊച്ച് നല്ലതാണേ പോലും നിങ്ങൾക്ക് വളർത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതുപോലെ കാലം മാറിപ്പോയി, കാലം ഒത്തിരി മാറിപ്പോയി. വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാത്ത കാരണവന്മാരൊക്കെ ഒത്തിരി ദുഃഖിക്കേണ്ടി വരും, കരയേണ്ടി വരും. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവർ പറയാ, അച്ഛൻ്റെ അടുത്ത് വന്നത് ഇവളെക്കുറിച്ച് പറയാനാണ്. ഇവൾ വളരെ മിടുക്കിയ അച്ഛാ, ക്ലാസ്സിലെ 1ാം സ്ഥാനക്കാരിയാണ്, നന്നായിട്ട് പഠിക്കും, നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാ. പക്ഷേ അടുത്ത നാളുകളിൽ ഇവൾക്ക് പഠനത്തിനൊന്നും താല്പര്യം കണ്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കിള്ളി ചോദിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവൾക്ക് ഒരു ചെറുക്കനുമായിട്ട് പ്രേമബന്ധമാണ്. 11ാം ക്ലാസ്സിലെ ഒരു ചെറുക്കനുമായിട്ട്. അത് അവളുടെ സ്കൂളിൽ പഠിക്കുന്ന പോലും അല്ല, അയലോക്കത്തെ സ്കൂളിൽ പഠിക്കുന്ന ചെറുക്കനുമായിട്ട് ഈ പെണ്ണിന് ഒരു പ്രേമബന്ധമാണ്. അതുകൊണ്ട് പഠിത്തത്തോടൊക്കെയുള്ള താല്പര്യമൊക്കെ മാറി. 1-2 പ്രാവശ്യം ഈ ചെറുക്കൻ ഇവളെ ബൈക്കേ കയറ്റി ഒത്തിരി അകലത്തേക്ക് കൊണ്ടുപോയി, ഒത്തിരി അകലെ ഒക്കെ കൊണ്ടുപോയി, ആലപ്പുഴയ്ക്കൊക്കെ കൊണ്ടുപോയി. ഒത്തിരി വൈകിയാണ് ഈ മാതാപിതാക്കന്മാർ ഇത് അറിയുന്നത്. അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ സമനിലയെല്ലാം തെറ്റി. ഈ കൊച്ചിനെക്കുറിച്ച് ഇവർക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. കാരണവന്മാർ ടീച്ചേഴ്സ് എപ്പോഴും പറയായിരുന്നു വളരെ മിടുക്കിയാണ് പഠിക്കാൻ, എല്ലാ ക്ലാസ്സിലും ടോപ്പാണ്. പക്ഷേ ഇപ്പം മ്ലാനവദനയാണ്, പഠനത്തോട് താല്പര്യമൊന്നുമില്ല. കാരണം ആവശ്യമില്ലാത്ത കേസുകെട്ടിൽ ചെന്ന് ചാടിയിരിക്കുക. എൻ്റെ അച്ഛൻ ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണം. ഞാൻ പറഞ്ഞു, ഞാനല്ലല്ലോ രക്ഷപ്പെടുത്തുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുക നന്നായിട്ട്. അപ്പം ഇവളോട് ഞാൻ പറഞ്ഞു, മോളെ ഈ മാതാപിതാക്കളുടെ മുഖത്തോട്ടൊന്ന് നീ നോക്കിക്കേ. അവരുടെ ദുഃഖമൊക്കെ ഉണ്ട്. അമ്മ ഇരുന്നുകൊണ്ട് കരയുന്നു, അപ്പൻ ഇരുന്നുകൊണ്ട് കരയുന്നു. കൊച്ചിന് അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല, അവളങ്ങനെ തന്നെ അങ്ങനെ കല്ലുണ്ട പോലെ ഇരിക്കുക. ഞാനങ്ങനെ ഉപദേശമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവളോട് ചോദിച്ചു, നിനക്ക് എന്താ അപ്പം തോന്നുന്നത് ഞാനിത് പറയുന്നതൊക്കെ കേട്ടിട്ട്? അപ്പോൾ ഇവള് പറയുകയാണ്, അച്ഛൻ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു, എനിക്ക് എൻ്റെ അപ്പനോടും അമ്മയോടും വലിയ ഇഷ്ടമാണ്. ഇവരോട് ചോദിച്ചു നോക്കിയാൽ എനിക്ക് ഇവരെ വലിയ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പല കുട്ടികൾക്കും പറ്റുന്ന വലിയൊരു പ്രശ്നമാണ്. കാരണം വചനം കുറവാണ് ഹൃദയത്തിൽ വചനം വിതയ്ക്കാനായിട്ട് മാതാപിതാക്കന്മാർക്ക് സാധിച്ചില്ലെങ്കിൽ കുട്ടികളെ നഷ്ടപ്പെട്ടു പോകും. എത്രയെത്ര ചരിത്രങ്ങൾ അച്ഛന്മാരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയും, നിങ്ങൾക്ക് തന്നെ പല അനുഭവങ്ങളും കാണുമല്ലോ. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ഇത്രയും നേരം ഇരുന്ന് ഇവളോട് പറഞ്ഞത് മുഴുവൻ പാഴായിപ്പോയി, ഒരു ഉപകാരവും ഇല്ല. ഇവള് പറയാ, എനിക്ക് അപ്പനെയും അമ്മയും വലിയ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് എനിക്ക് തോന്നി, ഇനി ഇവളോട് സംസാരിച്ച് സമയം കളയാതെ വചനം കൊടുക്കണം. അനുഭവങ്ങളുണ്ട് നമുക്ക്, വചനം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അനുഭവങ്ങളുണ്ട് അച്ഛന്മാർക്ക്. ഞാൻ എൻ്റെ മുറിയിൽ പോയി വചനം എടുത്തുകൊണ്ട് വന്നു. ഞാൻ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, ഞാൻ വചനം തുറക്കുമ്പോൾ ഈ മകൾക്ക് ആവശ്യമായ വചനം കൊടുക്കണം. അത് കേട്ട് അവൾക്ക് മാനസാന്തരം ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ കാരണവന്മാർ ദുഃഖിച്ച് മരിക്കാനിടയാവും. അതുകൊണ്ട് നീ ഇവർക്ക് പറ്റിയ വചനം ഈ പെണ്ണിന് കൊടുക്കണം. ഇത് പറഞ്ഞ് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയ തിരുവചനം പ്രഭാഷകൻ്റെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ തിരുവചനമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. ഇപ്പോൾ ഓക്കെയാ കേട്ടോ പ്രകാശ് സാറേ, ഇപ്പോൾ ഓക്കെയാ, കുഴപ്പമില്ല. പ്രഭാഷകൻ്റെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ തിരുവചനം വായിച്ച് കേൾപ്പിക്കാം. ഈ മകൾക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു പ്രേമബന്ധത്തിലോട്ട് പോയ 9-ാം ക്ലാസ്സുകാരിക്ക് വേണ്ടിയിട്ട് കർത്താവ് തന്ന വചനം കേട്ടോളുക. പ്രഭാഷകൻ 6:2. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്ക മരമായി തീരും. ഞാൻ അതിനു മുമ്പ് ഇങ്ങനെ ഒരു വചനഭാവം വായിച്ചിട്ടുണ്ടോയെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഇത് കേട്ടാൽ വല്ലതും മനസ്സിലാവുമോ? പക്ഷേ സംഭവിച്ചെന്നറിയോ, അവൾ വല്ലതും ഒറ്റ കാറിച്ച ഇത് കേൾക്കുകയും ഒറ്റ കാറിച്ച പേരൻസ് പോലും ഞടുങ്ങിപ്പോയി. ഇവരുടെ നടുക്കിരുന്നോണ്ട് ഇവൾ കാറുന്നത്. ഇവർ തന്നെ പേടിച്ചു. ഇവൾ ഒറ്റ കാറിച്ച വലിയ വായിലെ. ഞാൻ ചോദിച്ചു, മോളെ എന്നാ കരയുന്നേ? അപ്പോൾ ഇവൾ പറയാ, എനിക്ക് പെട്ടെന്ന് കുമ്പസാരിക്കണം അച്ഛാ.
കുമ്പസാരിക്കണേ എനിക്ക്. കണ്ടോ, വചനം അവൾക്ക് പെട്ടെന്ന് മാനസാന്തരം കൊടുത്തു. ഇവിടെ നന്നായിട്ട് കുമ്പസാരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നു അവൾ ആ ബന്ധമെല്ലാം ഉപേക്ഷിച്ചു, പഠിച്ച് മിടുക്കായിട്ട് ഇപ്പോൾ അവളൊരു എന്തെങ്കിലും ഒരു ഉദ്യോഗസ്ഥയായി കാണും. കാരണം പഠിക്കാൻ നമ്പർ 1 ആയിരുന്നു അവളെ മിടുക്കി. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും നമ്മുടെ കൊച്ചിനെ നല്ല സ്കൂളിൽ വിട്ടു, രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. പോരാ. നമ്മുടെ മക്കൾ വിദേശത്ത് ജോലി ചെയ്യുന്നു, എല്ലാം ഓക്കെയാ, നല്ല ശമ്പളം, പോരാ. അവരുടെ ഹൃദയങ്ങളിൽ വചനം വിതയ്ക്കപ്പെടണം, അല്ലെങ്കിൽ എല്ലാം കുളമാവും, എല്ലാം താറുമാറാവും. നമ്മൾ എത്രയെത്ര അനുഭവങ്ങൾ കാണുന്നു. പലരുടെയും ഡെഡ് ബോഡിയല്ലേ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ട്? ഡെഡ് ബോഡി പലരും മരിച്ചെന്ന് വരും, പക്ഷേ പലരും അകാലത്തിൽ മരിക്കുന്നു, പലർക്കും ഒരുക്കമില്ലാതെ മരിക്കുന്നു, പലരും വചനം കൂടാതെ മരിക്കുന്നു. ഇത് വലിയൊരു ഗതികെട്ട അവസ്ഥയാണ്. കരങ്ങൾ എഴുതി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമേർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. അപ്പം ഞാൻ നിങ്ങളോട് ദൈവവചനത്തിൻ്റെ കാര്യങ്ങൾ ആരംഭം മുതലുള്ളത് നിങ്ങൾ പറഞ്ഞു വരിക, തീർന്നിട്ടില്ല. നമ്മൾ മോശ ഈജിപ്തിലെ അടിമകളായിട്ട് കഴിഞ്ഞ മനുഷ്യർക്ക് വേണ്ടി ഫറവോയുടെ മുമ്പിൽ പോയി കർത്താവിൻ്റെ വചനം പറയുന്ന കാര്യങ്ങൾ നമ്മളുണ്ട്. ഫറവോ അവരെ വിടേണ്ട അവസ്ഥ വന്നു. കർത്താവ് അവരെ ചാടിച്ചോണ്ട് പോകുന്നു. അവിടെ നിന്ന് മഹാമാരികൾ കൊടുത്ത്, നമുക്ക് ഈ COVID-19 എന്ന് പറഞ്ഞ പോലെ അതൊക്കെ അതിനേക്കാൾ ഭയങ്കരമായ ബാധകൾ കൊടുത്ത്, 10 മഹാമാരികൾ കൊടുത്ത് കർത്താവ് ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും ദൈവമക്കളെ ഇറക്കിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുന്ന മരുഭൂമിയിലൂടെ 40 വർഷം നടന്നപ്പോഴും വചനം അവരെ നയിച്ചത്. വചനം, കർത്താവിൻ്റെ വചനം അവരെ നയിച്ചത്. അതുകൊണ്ടാണല്ലോ നിയമാവർത്തന പുസ്തകം 4:7 നമ്മൾ വായിക്കുന്നുണ്ട്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്കിങ്ങനെ ഒരു അഭിമാനമുണ്ടോ? ഒരു കത്തോലിക്കയായിരിക്കുന്നതിൽ അഭിമാനമുണ്ടോ? അഭിമാനിക്കണം. ഒരു കത്തോലിക്ക വൈദികനായിട്ട് പാലാ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്നതിൽ ഈശോയുടെ നാമത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം നമുക്കറിയാം, നമുക്ക് കിട്ടാവുന്നതിലെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് കർത്താവ് നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. വലിയൊരു കാര്യം. ഒരു കത്തോലിക്കനായിരിക്കുമെന്ന് പറഞ്ഞാൽ എന്തു മഹത്തരമായൊരു കാര്യമാണ്. ഇത് നിയമാവർത്തനം 4:7 പറയുന്നു, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അച്ഛൻ മുമ്പേ പറഞ്ഞല്ലോ, വിചാരിച്ചൻ മണ്ഡലച്ചൻ അനുഭവമൊക്കെ പറയുമായിരിക്കുമെന്ന്. ഞാൻ ഇടയ്ക്ക് പറയുമായിരിക്കാമല്ലോ. കാരണം എന്നെയും സുഖപ്പെടുത്തിയത് വചനമാണ് സൗഖ്യപ്പെടുത്തിയത്. ബ്രെയിൻ ട്യൂമറായിരുന്നു. ബ്രെയിൻ ട്യൂമർ പിടിച്ച ഇസ്രായേലിൽ ഞാൻ ബൈബിള് ഡോക്ടറേറ്റിനൊക്കെ ആയിട്ട് പോയതാണ്. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രെയിൻ ട്യൂമർ പിടിച്ചു. ഓർമ്മയെല്ലാം പോയിരുന്നു. ഞാനിപ്പോൾ പലതും ഓർക്കുന്നില്ല. അവരെന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ചിലത് ഞാൻ ഓർക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നു. ബാത്റൂമിൽ അടിച്ച് വീണു. ഇത് 30 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ് പറയുന്നത്. അച്ഛൻ മുമ്പേ പറഞ്ഞല്ലോ 6 മാസമേ ജീവിക്കുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ഇന്നും ഞാൻ ജീവിക്കുന്നു. പിന്നെ 30 വർഷങ്ങൾ അങ്ങോട്ട് കടന്നുപോയി. ഇനിയിപ്പോൾ മരിച്ചാലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം ഗ്യാരണ്ടി പീരീഡ് എല്ലാം കഴിഞ്ഞതാണ്. ഇനി കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ വന്ന് വചനം പ്രഘോഷിക്കുമെന്ന് ഞാൻ ഓർത്തൊന്നുമില്ല. കർത്താവ് തൊട്ടത് കൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനൊരു വചന പ്രഘോഷണമൊന്നും ആയിരുന്നില്ല. പക്ഷേ കർത്താവ് തൊട്ടത് കൊണ്ട് എനിക്ക് അവിടുത്തെ കാരുണ്യവും സ്നേഹവും പറയാതിരിക്കാൻ പറ്റത്തില്ല. നിൻ്റെ ജീവിതത്തിൽ എന്താണെന്ന് ചിന്തിച്ചു നോക്ക്. നിനക്ക് കർത്താവ് എന്തേലും അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ കുർബാനയ്ക്ക് വരുമ്പോൾ ഉറക്കെ ഒന്ന് ചെല്ലാൻ പോലും പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല അല്ലേ? പറ്റുന്നില്ല. അയ്യോ, പറ്റണം. നിൻ്റെ വീടിന് കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾ വെച്ച് ഇന്ന് കുർബാനയെ പങ്കെടുക്കുന്ന രീതി ശരിയാണോ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ ധ്യാന ദിവസങ്ങളിലൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചൊന്ന് ചോദിക്കുക. നമ്മളല്ലെങ്കിൽ വീട്ടിലൊക്കെ എന്തേലും ഉറക്കെ വർത്തമാനം പറയുന്നവരാ. പള്ളി വന്ന് കഴിയുമ്പോഴത്തേക്ക് ചിലർക്ക് നാവില്ല. എല്ലാവരുടെയും കാര്യമല്ല കുട്ടി പറയുന്നത്. പല പള്ളികളിലും പല മനുഷ്യരുടെയും കാര്യമായി പറയണത്. നമ്മൾ പലയിടത്തൂടെ പോകുമ്പോൾ അറിയാവുന്നതാണ്. പല പള്ളികളിലും പല മനുഷ്യരും മിണ്ടാതെ നിൽക്കുന്ന കാണാം. ഒരു ആമേൻ പോലും പറയല. കാരണം എന്നാണ്? കിട്ടിയതായിട്ട് ഒന്നും അറിയത്തില്ല. അനുഗ്രഹങ്ങൾ കിട്ടിയതെല്ലാം മറന്നുപോയി. ദൈവം തങ്ങളുടെ വീട്ടിൽ നൽകിയ അനുഗ്രഹങ്ങളൊക്കെ മറന്ന് ജീവിക്കുന്നവരാണ് പലരും. ഞങ്ങൾ
സെമിനാരി കുട്ടികളെയും കൊണ്ട്, ഞാൻ സെമിനാരിയിൽ കുറേ നാൾ പഠിപ്പിച്ചു. അന്നേരം ഞങ്ങൾ ഈ സെമിനാരി കുട്ടികളെയും കൊണ്ട് കാഞ്ഞങ്ങാട് കുറ്റിക്കലച്ചൻ, മരിച്ചുപോയ കുറ്റിക്കലച്ചൻ്റെ ആശ്രമത്തിൽ പോകുമായിരുന്നു. കുറ്റിക്കലച്ചനെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും പരിചയം കാണും. അച്ഛൻ മരിച്ചുപോയി, ആകാശപ്പറവകളുടെ അച്ഛൻ. മാനസിക രോഗികളെ എല്ലാം ഒരുമിച്ച് കൂട്ടി അവർക്ക് ശുശ്രൂഷ ചെയ്തിരുന്ന അച്ഛൻ. കാഞ്ഞങ്ങാട്ടെ അച്ഛൻ്റെ ആശ്രമത്തിൽ ഞങ്ങൾ അങ്ങ് ചെല്ലുമ്പോൾ 250-250 മാനസിക രോഗികളുണ്ട്. അച്ഛൻ അവരെ മക്കൾ എന്നാണ് വിളിക്കുന്നത്, മക്കൾ എന്നാണ് വിളിക്കുന്നത്. അച്ഛനെ അവരെ അപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടൊരു പ്രത്യേകത, അച്ഛൻ ഈ മാനസിക രോഗികളായ സഹോദരന്മാരെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൊണ്ടുവരും. ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചു, ദൈവമേ എന്നാത്തിന് നിങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവരവിടെങ്ങാനും കിടന്ന് ഉറങ്ങിയാൽ പോരെ, നല്ല ഗുളികയെല്ലാം ഉണ്ട്. നിങ്ങൾ ചിലർക്ക് തല പൊക്കാൻ പോലും പറ്റത്തില്ല. അവരെ എല്ലാവരെയും ഉരുട്ടിയിട്ട് എഴുന്നേൽപ്പിച്ച് പള്ളിയിൽ കൊണ്ടുവരും. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ പലരുടെയും തീക്ഷ്ണത കാരണം നമ്മളെ നാണം കെടുത്തി കളയും. ഇവരിങ്ങോട്ട് ഓടി കയറി വന്നിട്ട് കുർബാന പുസ്തകം എല്ലാവർക്കും ഉള്ള വെച്ചിട്ടുണ്ട്. അവരിങ്ങോട്ട് ആർത്തിയോടെ എടുക്കുക. കുർബാന പുസ്തകം അവരിങ്ങ് വന്നൊരു ചോദിക്കുക, അച്ഛൻ വരുന്നതിന് മുമ്പേ ആർത്തിയോടെ നമ്മൾ ഈ ഭക്ഷണപ്പൊതി എടുക്കുന്ന പോലെ, നമ്മൾ ഭക്ഷണപ്പൊതി എടുക്കാനായിട്ട് കാണിക്കുന്ന ആർത്തി പോലെ ഇവർ പള്ളിയിലോട്ട് ഓടിക്കരുന്ന് വെച്ച് ഈ മാനസികമായിട്ട് തകർച്ചയുള്ള ഈ സഹോദരങ്ങൾ കുർബാന പുസ്തകം ഓടിപ്പിടിച്ചെടുത്ത് വെച്ച് അച്ഛൻ കുർബാന ചെല്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് അവരിരുന്നുകൊണ്ട് പ്രാർത്ഥന തുടങ്ങുക. അവർക്ക് എന്നാണെന്നൊന്നും അറിയത്തില്ല. അവർ പ്രാർത്ഥിക്കുക, ഈശോയെ എന്നൊക്കെ വിളിച്ച് ഭയങ്കര പ്രാർത്ഥനയാണ്. എന്തോ ഒരു തീഷ്ണത. അവർ കുർബാനയുടെയൊക്കെ സമയത്തും അസമയത്തും എല്ലാം ഉറക്ക പ്രാർത്ഥനയാണ്. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എങ്ങനെയുണ്ട് ഇത് കഴിഞ്ഞ ആഴ്ചയുള്ള മാറ്റം? അച്ഛൻ പറയാം, എൻ്റെ അച്ഛാ പെട്ടെന്ന് പലരും സുഖപ്പെട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നുണ്ട്. ഇവരിൽ ഒത്തിരി പേര് പെട്ടെന്ന് സുഖപ്പെട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഒരു കാര്യം ഓർക്കണം, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. പക്ഷെ നിൻ്റെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓക്കെ, അപ്പം എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു തുടങ്ങിയേച്ച ഇടയ്ക്ക് കയറി വേറെ അനുഭവത്തിലോട്ട് പോയതാണ്. എൻ്റെ ധ്യാനത്തിൽ അങ്ങനെ ആയിരിക്കട്ടെ, ഇടയ്ക്കൂടെ എല്ലാ അനുഭവങ്ങളും കയറിപ്പോവും. ഈ ചൈനീസ് വെടിക്കെട്ട് പോലെ പോകും. ഇടയ്ക്കൂടെ എല്ലാം വേറെ അനുഭവം പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഞാൻ പറയുന്നത്. ഞാൻ കുറിച്ചൊന്നും വെച്ചിട്ടില്ല, കാരണം നേരത്തേക്ക് കുറിച്ച് വെച്ചുകൊണ്ട് പോകുമായിരുന്നു. അന്നേരം അതുമാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പിന്നെ പ്രേരണ കിട്ടിയത് കൊണ്ട് പ്രാർത്ഥിച്ചിങ്ങ് പോരും. അപ്പോൾ പരിശുദ്ധാത്മാവ് ആവശ്യമുള്ളതൊക്കെ പറയിപ്പിക്കും. ഞാനിങ്ങനെ ഇസ്രായേലിൽ താമസിക്കുന്ന ആളിൽ ഇങ്ങനെ ബാത്റൂമിൽ ഉരുണ്ട് വീണു. എൻ്റെ ഓർമ്മയെല്ലാം പോയി. അവരെന്നെ എടുത്തു ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊന്നും അറിയുന്നില്ല, നമ്മൾ ബോധം കെട്ട് കിടക്കുക. അപ്പോൾ ഡോക്ടർ ഓർത്തു ഇത് വല്ല ചുഴലിയായിരിക്കും. ഞാൻ നിലത്ത് കിടന്ന് ഉരുണ്ടെന്നാണ് പറയണത്. അപ്പം ഡോക്ടർ പറഞ്ഞു എപ്പിലെപ്സിക്കുള്ള ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞു, അപസ്മാരത്തിനുള്ളത്. എനിക്കത് ആവശ്യമില്ലായിരുന്നു. ഞാനത് തട്ടി ദൂരെ കളഞ്ഞെന്നാണ് അവർ പറഞ്ഞത്. ഒന്നും അറിയുന്നില്ല, അതെല്ലാം തട്ടി ദൂരെ കളഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് ബ്രെയിൻ ട്യൂമർ. എന്നോട് അവർ പറയുന്നില്ല, പക്ഷെ അവരുടെ മുഖത്തെല്ലാം ഒരു വാട്ടവും. എൻ്റെ അടുത്ത് നിന്ന് വർത്തമാനം പറഞ്ഞിരുന്നൊക്കെ പതുക്കെ ഒഴിഞ്ഞു മാറുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നു. എന്തോ ഒരു ഒളിച്ചുകളി എനിക്ക് തോന്നി. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്താ പറ്റിയേ? നിങ്ങൾ തുറന്നു പറഞ്ഞോളുക. എനിക്ക് ഉള്ളിലൊരു ഭയമൊക്കെ തോന്നിയായിരുന്നു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഡോക്ടറെ മുറിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഒരു അറബി ഹോസ്പിറ്റലിൽ എന്നെ ആദ്യം കൊണ്ടുപോയത്, അറബികളുടെ ഒരു ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, പേടി വല്ലതും ഉണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും അല്ലേ? അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടല്ലേ അങ്ങനെ ചോദിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇത് എന്നാന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അതിൽ പേടിയൊന്നുമില്ല ഡോക്ടറെ, പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചങ്കിടിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയാം, പേടിക്കാനൊന്നുമില്ല, ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്, നമുക്കൊരു ഓപ്പറേഷനൊക്കെ നടത്താം. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എന്നൊക്കെ കണ്ടെന്നുള്ളത് എനിക്ക് ഉറഞ്ഞുകൂടാ. ഒന്ന് സ്വപ്ന ലോകത്തൂടെ ഞാൻ കുറേ പോയി. എൻ്റെ അടക്കമൊക്കെ വരെ ഞാൻ ആ സമയത്ത് കണ്ടു. ഞാൻ മരിക്കുന്നതും എന്നെ അടക്കുന്നത് വരെ ഞാൻ കണ്ടു. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, അയ്യോ നാട്ടിലല്ലേ അടക്കുന്നത്, വേറെ നാട്ടിൽ അടക്കുന്ന പോലെയൊക്കെ എൻ്റെ തോന്നൽ കയറുന്നത്. ഞാനിങ്ങനെ മന്ദിച്ചിരുന്നപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, എന്താ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത്? അറബി ഡോക്ടറാണ്. എന്നാൽ ഞാൻ പറഞ്ഞു, ആ ഡോക്ടറെ ഞാനിങ്ങനെ എൻ്റെ അസുഖത്തെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ ഈ മനുഷ്യനോട് പറയുകയാണ്, ഇപ്പം അതിനെപ്പറ്റി ടെൻഷൻ പിടിക്കണ്ട, അപ്പോൾ പഠിച്ചോളുക. ഡോക്ടറേറ്റ് ചെയ്യാനായിട്ട് പോയതാണ്, പഠിച്ചോളുക, നമുക്ക് സമയത്ത് ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ അവിടെ അഡ്മിറ്റായി. നിങ്ങൾ ആ ദിവസങ്ങളൊന്ന് ചിന്തിച്ചോളുക. എൻ്റെ വീട്ടിൽ ആർക്കും അറിയത്തില്ല എനിക്കിങ്ങനെ രോഗമാണെന്ന്, വിദേശത്ത് കഴിക്കുന്ന എനിക്ക്. എൻ്റെ സഹോദരങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അവരൊക്കെ എന്നെ ഇവിടുന്ന് പ്ലെയിൻ കയറ്റി വിട്ടപ്പോൾ നല്ല ആരോഗ്യവാനായിട്ട് ഞാൻ കയറിപ്പോയതാണ്.
അവർക്ക് ചിന്തിക്കാൻ പറ്റുമോ ഞാൻ അവിടെ ട്യൂമർ പിടിച്ച് കിടക്കുവാന്ന്, അതും മാരകമായിട്ട്. ഈ ഡോക്ടർ തന്നെ ആരോട് പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു, 6 മാസം മുന്നോട്ട് പോകുള്ളൂ എന്ന് ഓപ്പറേറ്റ് ചെയ്താലും. അങ്ങനെ ഒരു അവസ്ഥ. ഒരു കാര്യം നീ മനസ്സിലാക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന വൈദ്യന്മാരുടെ വൈദ്യൻ മുകളിലിരിപ്പുണ്ട്. വൈദ്യന്മാരുടെ വൈദ്യൻ മുകളിലിരിപ്പുണ്ട്. ദൈവവചനത്തിന് ചെവി കൊടുക്കുന്നവർക്കൊക്കെ ജീവിതത്തിൽ കൃപകൾ ഒഴുകും. അവർ മരിച്ചാലും കർത്താവിൻ്റെ കൂടെയായിരിക്കും. ദൈവവചനം കൂടാതെയും കൂതാശകളില്ലാതെയും മരിക്കാനായിട്ട് ഇടയായാൽ നമുക്കറിയാമല്ലോ, കൂടുതൽ കിട്ടിയവരോട് കൂടുതൽ ചോദിക്കും. ഉറപ്പായുള്ള കാര്യമാണ്. കത്തോലിക്കരോട് കൂടുതൽ ചോദിക്കും. കാരണം വേറെ ആർക്കും കിട്ടാത്ത വീണ്ടും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കത്തോലിക്കർ. അതാണ് നിയമാവർത്തന പുസ്തകം 4:7 നമ്മൾ വായിക്കുന്നത്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ആരാ ഉള്ളത്? ഉണ്ടെങ്കിൽ പറഞ്ഞു. എൻ്റെ അറിവിൽ ഇതുവരെ കത്തോലിക്കരെക്കാളും ശ്രേഷ്ഠതയുള്ള ജനതയെ ഞാൻ കണ്ടിട്ടില്ല. ഇനി കാണുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇംഗ്ലണ്ടിലെ പഴയ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ടോണി ബ്ലെയർ. ഇംഗ്ലണ്ടിലെ പഴയ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ടോണി ബ്ലെയർ. ടോണി ബ്ലെയർ ആംഗ്ലിക്കൻ സഭയിലെ അംഗമായിരുന്നു. അടുത്ത കാലത്ത് ഈ മനുഷ്യൻ കത്തോലിക്ക സഭയിലേക്ക് വന്നു, ടോണി ബ്ലെയർ. അപ്പോൾ ചിലർ ടോണിയോട് ചോദിച്ചു, കൂട്ടുകാരൊക്കെ ചോദിച്ചു, ടോണി എന്തായി ചെയ്തത്? മാതാപിതാക്കന്മാരിൽ നിന്നും പൂർവികരിൽ നിന്നും പരമ്പരാഗതമായിട്ട് കിട്ടിയ ആംഗ്ലിക്കൻ വിശ്വാസം ഉപേക്ഷിച്ച് ടോണി എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയിലെ അംഗമായത്? ടോണിക്ക് സംശയമൊന്നുമില്ലായിരുന്നു. ടോണി അവരോട് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. കത്തോലിക്ക സഭ പോലെ ഇത്രമാത്രം നിധികളുള്ള ഒരു തറവാട്ടിലെ അംഗമാകാൻ ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ കത്തോലിക്ക സഭയിൽ ചേർന്നത്. ആ മനുഷ്യൻ പറഞ്ഞതാ, പഴയ പ്രൈം മിനിസ്റ്ററാണ്. കത്തോലിക്ക സഭ പോലെ ഇത്രമാത്രം നിധികളുള്ള ഒരു തറവാട്ടിലെ അംഗമാകാൻ ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് കത്തോലിക്ക സഭയിൽ ചേർന്നത്. ഇന്ന് പലപ്പോഴും മനുഷ്യരെന്നാ ചെയ്യുന്നത്? ഒരച്ഛൻ എന്നേലും ഗതികേട് സംഭവിച്ചാൽ അത് മുഴുവൻ ലോകപ്രസിദ്ധമാകുന്നു. ഒരു കന്യാസ്ത്രീക്ക് എന്തെങ്കിലും പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ പ്രശ്നമാക്കുന്നു. നന്മയൊന്നും കാണുന്നില്ല. മനുഷ്യരല്ലേ, പാളിച്ചകൾ ചിലപ്പം വരും. അതിന് പേര് കൊട്ടി ഘോഷിക്കുക, ആഘോഷിക്കുക. നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ കൂടും. കാരണം നമുക്ക് ഈ കത്തോലിക്ക വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ വൈദികരുടെയോ സന്യസ്തരുടെയോ നമ്മുടെ ക്രൈസ്തവ ആത്മായ ജീവിതത്തിൻ്റെ ഒന്നും മഹത്വം പറഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മളും ഇതിനൊക്കെ പലപ്പോഴും പങ്കുചേർന്ന് ഈ ആഘോഷങ്ങൾക്ക്, തിമിർപ്പുകൾക്ക് നമ്മളും പങ്കെടുക്കുക. ഹല്ലേലൂയ. കരങ്ങളെടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇങ്ങനെ ട്യൂമറാന്ന് അറിഞ്ഞു. ഇന്നത്തേക്ക് ഇതാ ദൈവപരിപാലന. അമ്മ അടുത്തില്ലല്ലോ, അപ്പൻ അടുത്തില്ലല്ലോ, സഹോദരങ്ങളില്ലോ എന്നുള്ള ദുഃഖം എനിക്കുണ്ട്. പക്ഷേ എന്നെ ആശ്വസിപ്പിക്കാൻ 2 പേർ അവിടെ എത്തി. ഇതാണ് ഞങ്ങളുടെ വൈദിക ജീവിതത്തിലും സന്യസ്ത ജീവിതത്തിലൊക്കെ ഞങ്ങൾ കാണുന്നതെന്നറിയോ? ഞങ്ങൾ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ വിട്ടിട്ട് പോരുന്നതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ആയിരങ്ങളെയും 10,000-ങ്ങളെയാണ് ഞങ്ങൾക്ക് അമ്മമാരായിട്ടും അപ്പന്മാരായിട്ടും തന്നിരിക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള ആയിരങ്ങളെയും 10,000-ങ്ങളെയും ലക്ഷങ്ങളെയാണ് ഞങ്ങൾക്ക് സഹോദരങ്ങളും സഹോദരിമാരുമായിട്ട് തന്നിരിക്കുന്നത്. ഞാൻ ചുമ്മാ പൊള്ളവാക്കുകൾ പറയുകയല്ല. ഞങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ കാണുന്നത് അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന അനേകായിരങ്ങൾ, ഞങ്ങളെ അപ്പനെ പോലെ സ്നേഹിക്കുന്ന അനേകായിരങ്ങൾ, സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്ന ഒത്തിരിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ വികാരിച്ചനോടും കൊച്ചന്മാരോടൊക്കെ നിങ്ങൾക്ക് നല്ല ബന്ധമില്ലേ? സ്നേഹിക്കണം കേട്ടോ. അവരെല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുന്നവരാണ്. അവർക്ക് കുറവുകളുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒത്തിരി പോരായ്മകളുണ്ട്. ആ പോരായ്മകളൊന്നും ആഘോഷിക്കാൻ ഒരിക്കലും കൂടിയേക്കരുത്. മറിച്ച് അവർക്ക് വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പം വികാരിച്ചനെയും കൊച്ചന്മാരെയൊക്കെ സമർപ്പിച്ച് ഒരു രഹസ്യമെങ്കിലും, ജപമാലയിലെ ഒരു രഹസ്യമെങ്കിലും ചൊല്ലിയാനുള്ള ഗുണം എന്നറിയോ? അവരുടെ കരങ്ങൾക്ക് ശക്തി കിട്ടുമ്പോൾ അത് ഇടവകയുടെ ശക്തിയായിട്ട് മാറും. അവരുടെ കരങ്ങൾ ശക്തിപ്പെടുമ്പോൾ ഈ ഇടവകയാണ് ശക്തിപ്പെടും. നിങ്ങളുടെ ഓരോ കുടുംബവും രക്ഷപ്പെടാൻ പോകുന്നത്. അവർ തളർന്നു കഴിഞ്ഞാൽ നിങ്ങളാണ് തളരാൻ പോകുന്നത്. അച്ഛന്മാർ തളർന്നാൽ നിങ്ങളാണ് തളരുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽക്കാർ അമലേക്കിരുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു സംഭവം. അമലേക്കിര് ഇസ്രായേൽക്കാരുടെ ശത്രുക്കളാണ്. അപ്പോൾ ഒരു പ്രത്യേകത കണ്ടത്, എപ്പോഴെല്ലാം അവരുടെ നേതാവായ മോശ കരങ്ങൾ ഇങ്ങനെ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചുവോ അപ്പോഴെല്ലാം ഇസ്രായേൽക്കാർ യുദ്ധത്തിൽ ജയിച്ചു. എപ്പോഴെല്ലാം ഇസ്രായേൽക്കാരുടെ നേതാവായ മോശ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചോ അപ്പോഴെല്ലാം ഇസ്രായേൽക്കാർ യുദ്ധത്തിൽ ജയിച്ചു. പക്ഷെ കൈ ഒത്തിരി നേരം വിരിച്ചു പിടിക്കാൻ പറ്റത്തില്ലല്ലോ.
അറിയാതെ ക്ഷീണം കൊണ്ട് മോശയുടെ കൈകൾ താഴോട്ട് പോയപ്പോഴെല്ലാം അമലേക്കിര് ഇസ്രായേൽക്കാർക്കിട്ട് കയറി അടിച്ചു, ശത്രു വരെ തോൽപ്പിച്ചു. ഇത് മനസ്സിലാക്കിയ അഹ്റോനും ഹൂറും എന്നാ ചെയ്തു? മോശയ്ക്ക് ഇരിക്കാനായിട്ട് ഒരു കല്ലിട്ട് കൊടുത്തു. ഒരു കല്ലിൽ മോശ ഇരുത്തി. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ മോശയുടെ തളർന്ന കരങ്ങൾ പൊക്കിപ്പിടിച്ചു. മോശ ക്ഷീണിച്ചു പോയി പ്രാർത്ഥിച്ച്. അങ്ങനെ വീണ്ടും മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ വീണ്ടും ഇസ്രായേൽക്കാർ ജയിച്ചു. ഇതാ ഇടവകയിലും സംഭവിക്കുന്നത്. കുറേ കുറവുകളോടും കുറേ പോരായ്മകളോടും കുറേ അസ്വസ്ഥതകളോടുകൂടെയൊക്കെ കടന്നു വരുന്നവരായിരിക്കും നിങ്ങളുടെ അച്ഛന്മാരൊക്കെ. അവരൊക്കെ ഒത്തിരി ഇടവകളിലൊക്കെ ശുശ്രൂഷ ചെയ്തും മടുത്തും ഒക്കെ വന്നവരായിരിക്കും. പലയിടത്തു നിന്നും തല്ല് കിട്ടിയും ഒത്തിരിയേറെ വിമർശനങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ആയിട്ട് കടന്നു വരുന്നവരായിരിക്കും. പക്ഷേ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോടൊത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ രാമപുരം ഇടവകി കർത്താവ് അനുഗ്രഹങ്ങളുടെ കൂമ്പാരം, അനുഗ്രഹത്തിൻ്റെ മേലെ അനുഗ്രഹമായിരിക്കും നൽകുക. ഹല്ലേലൂയ. കരങ്ങളോർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല, ഞാറക്കുന്നലച്ഛൻ വളരെ കരുത്തനാ. ഞങ്ങൾ 11 വർഷം ഒരുമിച്ച് സ്മേലുണ്ടായിരുന്നവരാണല്ലോ. അച്ഛൻ വളരെ കരുതന. ഞങ്ങളെല്ലാം വീടുകളിൽ പരസ്പരം പോവുകയൊക്കെ ചെയ്യുന്നു. അച്ഛൻ്റെ അമ്മ അച്ഛനോട് ഒരിക്കൽ പറഞ്ഞു 20 കൊന്തയൊക്കെ അച്ഛന് വേണ്ടിയിട്ട് ചൊല്ലുമായിരുന്നു. എൻ്റെ അമ്മച്ചി 20 കൊന്ത ആയിരുന്നു. തിരി പ്രാർത്ഥിക്കുന്നവരമ്മച്ചി. 600 പങ്കെടുത്ത അച്ഛൻ്റെ വീടെന്ന് അറിയാമല്ലോ. ആ അമ്മച്ചി മരിക്കുന്ന അവസരത്തിലൊക്കെ ഞങ്ങളവിടെ പോയതാണ്. ഒത്തിരി പ്രാർത്ഥിക്കും. മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന അച്ഛന്മാർക്ക് വളരെ പ്രധാനപ്പെട്ടായിരിക്കുന്ന പോലെ ഇടവകയിലെ അമ്മച്ചിമാരുടെ അപ്പച്ചന്മാരുടെ എല്ലാം പ്രാർത്ഥന അച്ഛന്മാർക്ക് വളരെ അച്ചിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. പിന്നെ എൻ്റെ കഥയിലോട്ട് പെട്ടെന്ന് തിരിച്ചു വരാം, എന്നിട്ട് ബാക്കി കാര്യം പറയാം. ഇങ്ങനെ 2 പെൺകുട്ടികൾ എന്നെ കാണാനായിട്ട് അവിടെ വന്നു. അപ്പോൾ കെട്ടിലും മട്ടിലുമൊക്കെ നമുക്ക് മനസ്സിലായി ഇവർ കേരളീയരാണെന്ന് എനിക്ക് തോന്നി. മലയാളി പെൺകുട്ടികളാണെന്ന് തോന്നി ആദ്യമായിട്ട് അവരെ കാണുന്നത്. ഇവർ വന്നിങ്ങനെ ചോദിച്ചു, ഇവിടെ ഒരു അച്ഛനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലേ? ഞങ്ങൾ അച്ഛൻ ഇങ്ങനെ രോഗിയായിട്ട് കിടപ്പുണ്ടെന്ന് അറിഞ്ഞ് വന്നതാണ്. അപ്പോൾ അവരെ എൻ്റെ അടുത്തോട്ട് ആശുപത്രിക്കാർ കൂട്ടിക്കൊണ്ട് വന്നു. അവരോട് സംസാരിച്ചു, ഡോക്ടറോട് അവർ സംസാരിച്ചു. ട്യൂമറാണെന്ന് അവർക്ക് മനസ്സിലായി. ചില അപകടം പിടിച്ച നിലയിലാണെന്ന് അവർക്ക് പിടികിട്ടിയപ്പോൾ അവർ ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾ അച്ഛനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക. അവർ യഹൂദന്മാരുടെ ഒരു ഹോസ്പിറ്റൽ, ഹദാസ എന്ന് പറഞ്ഞ വലിയൊരു ഫേമസ് ഹോസ്പിറ്റലുണ്ട് ഇസ്രായേലിൽ. അച്ഛനെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ആശുപത്രിക്കാർക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെ മാറ്റുന്നത്. അപ്പോൾ എൻ്റെ അധികാരികൾ, ഞാൻ ഇറ്റലിക്കാർ അച്ഛന്മാരുടെ കൂടുതലായിരുന്നു, അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ബൈബിൾ പഠിച്ച്. അപ്പോൾ ആ അച്ഛന്മാരുമായിട്ട് ഈ പെൺകുട്ടികൾ സംസാരിച്ചപ്പോൾ അച്ഛന്മാർ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകൂ, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാനായിട്ട് കൊണ്ടുപോകൂ. അപ്പോൾ ഈ പെൺകുട്ടികളുടെ മനസ്സിലിരുന്നതെന്നറിയോ, അവരുടെ സാലറി സബ്മിറ്റ് ചെയ്ത് എന്നെ ട്രീറ്റ് ചെയ്യാനാണ്. ട്യൂമറാന്ന് അവർ പറയും. അപ്പോൾ ഓപ്പറേഷൻ നടത്തണം. എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. അവർ ചിന്തിച്ചു അവരുടെ കുറച്ച് പേരുടെ സാലറി എനിക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്ത്, കണ്ടോ, വിദേശത്ത് ജോലി ചെയ്യാൻ പോയത് പെൺകുട്ടികളുടെ നന്മ ഓർക്കണം, സാലറി സബ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ നടത്താൻ പോവുക. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് അച്ഛന്മാർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, ഞങ്ങൾ സ്ഥാപനത്തിൽ നിന്ന് പൈസ മുടക്കിക്കോളാം, നിങ്ങളവിടെ ശുശ്രൂഷിച്ചാൽ മതി. ഇനി പറയാൻ പോകുന്നതാണ് നമ്മുടെ വചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അങ്ങനെ എന്നെ അഡ്മിറ്റ് ചെയ്തു. ഓപ്പറേഷൻ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് ഓപ്പറേഷൻ നടക്കേണ്ടതാണ്. എൻ്റെ ഓർമ്മയൊക്കെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ചില കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്, ചിലതെല്ലാം മറന്നുപോയി. ഒരു വലിയ ഏരിയയിൽ ട്യൂമർ കയറി പിടിച്ചല്ലേ. ഓപ്പറേഷൻ്റെ ദിവസം ഉച്ച കഴിഞ്ഞ് ഓപ്പറേഷനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്കൊരു കുർബാന ചൊല്ലണം. അപ്പം ഞാൻ കുർബാന ചൊല്ലിട്ട് കുറച്ച് ദിവസങ്ങളായി, എനിക്കൊരു കുർബാന ചൊല്ലണം. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛന് എഴുന്നേറ്റിരിക്കാൻ പറ്റിയല്ലോ, പിന്നെ എങ്ങനെ കുർബാന ചെല്ലുന്നത്? ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഇതായിരിക്കും എൻ്റെ അവസാനത്തെ കുർബാന, ഇതിൻ്റെ അവസാനത്തെ കുർബാനയായിരിക്കും. 6 മാസം ജീവികളെന്ന് പറഞ്ഞാൽ ആർക്കറിയാം ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മളുണ്ടാവുമെന്ന്. ഏതായാലും എനിക്കൊരു കുർബാന ചെല്ലണമെന്ന് ഞാൻ വാശി പിടിച്ചപ്പോൾ അവരെനിക്ക് വേണ്ടിയിട്ട് കുർബാന അറേഞ്ച് ചെയ്തു. ഒരു ചെറിയ മേശയൊക്കെ ഇട്ട് ഇരുന്ന് എനിക്ക് ചെല്ലാവുന്ന രീതിയിൽ, ഏറ്റു നിൽക്കാൻ പറ്റത്തില്ല, ഇരുന്നുകൊണ്ട് കുർബാന ചെല്ലാൻ പറ്റിയ രീതിയിൽ അറേഞ്ച് ചെയ്തു. കുറേ നേഴ്സ് പിള്ളേർ ഈ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് വന്ന് മുന്നിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇവരൊക്കെ തൂവാലി എടുത്ത് കണ്ണ് തുടയ്ക്കുന്നു, കരയുന്നു, ഭയങ്കരമായിട്ട് ഗൽഗതപ്പെടുന്നു, ഏങ്ങലടിക്കുന്നു ചിലർ. ഉച്ചകഴിഞ്ഞ ഓപ്പറേഷനാണ്. അപ്പോൾ ഞാൻ വിധി എഴുതി, പോക്ക. ഈ നേഴ്സ് പിള്ളേരെ ന്യൂറോളജിയിൽ വർക്ക് ചെയ്യുന്ന, ന്യൂറോ സർജറിയിൽ വർക്ക് ചെയ്യുന്ന ഈ പെൺകുട്ടികൾ ഇത്രയും കാർച്ചയാണ് എൻ്റെ അർത്ഥം. അവർക്കെല്ലാം അറിയാം ഞാൻ പോക്ക. ഞാനങ്ങനെ വിധി എഴുതി. പക്ഷെ സംഭവിച്ചതെന്നറിയാമോ, കുർബാനയിൽ ഇങ്ങനെ തുടർന്ന്
വന്നതിലേക്ക് സുവിശേഷം വായിക്കുന്ന ഭാഗം വന്നപ്പോൾ ഞാൻ സുവിശേഷം എടുത്തു. എനിക്ക് വായിക്കാൻ കിട്ടിയത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളാണ്. വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നത്, മണ്ണൂരച്ഛനെക്കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ ചിന്തിക്കരുത് അച്ഛനെക്കുറിച്ച് അല്ല, ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്, വചനത്തിൻ്റെ ശക്തി. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ എനിക്ക് വായിക്കാൻ കിട്ടി. അതിങ്ങനെയാണ്: ഈശോ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്ത് ചെന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. പെട്ടെന്ന് ഈശോ അവനെ തൊട്ടുകൊണ്ട്, ആ കുഷ്ഠരോഗിയെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം അവൻ സുഖം പ്രാപിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് അതുവരെ ഞാൻ ഇനി തുടർന്ന് ജീവിക്കുന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ ഈ പെൺകുട്ടികളോട് നേരത്തെ പറയായിരുന്നു, ഞാൻ മരിച്ചെങ്കിൽ എന്നെ അവിടെ ഇസ്രായേലിൽ അടക്കിയേക്കരുത്, നിങ്ങൾ പായ്ക്ക് ചെയ്ത് നാട്ടിലോട്ട് വിട്ടേക്കണം. എൻ്റെ പേരൻസ് ജീവിച്ചിരിപ്പുണ്ട്, സഹോദരങ്ങൾ, ഞങ്ങൾ 13 പേരാണ്, മക്കൾ 13 പേരാണ്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കാശെടുത്ത് എന്നെ പെട്ടിയിലാക്കി നാട്ടിലോട്ട് പായ്ക്ക് ചെയ്ത് വിട്ടേക്കണമെന്ന് ഞാൻ അവിടെ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇങ്ങനെ ചങ്കിക്കൊള്ളുന്നൊന്നും പറയാതെ, അച്ഛൻ ഇങ്ങനെയൊന്നും പറയാതെ എന്നൊക്കെ അന്ന് അവരോട് പറഞ്ഞു. പക്ഷേ ഈ വചനം വായിച്ച് ഇപ്പോഴത്തേക്ക് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ഈ ഒരു പ്രത്യേക ഒരു അനുഭവം, ഒരു സൗഖ്യം കിട്ടിയ ഒരു അനുഭവം, ഞാൻ പെട്ടെന്ന് മരിക്കുകയല്ലെന്നുള്ളൊരു ബോധ്യം ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിന് എനിക്ക് തന്നു. ഞാൻ ഉടനെ മരിക്കുകയല്ലെന്ന് ഈ കുർബാനയുടെ ആ വചനം വായിച്ചപ്പോൾ തന്നെ എനിക്ക് പരിശുദ്ധാത്മാവ് തന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വചനവായന മുടക്കിയല്ല. നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും, അച്ഛന്മാരൊക്കെ എന്നതിന് എല്ലാ ഞായറാഴ്ചയും പ്രസംഗിക്കുന്നു, അയ്യോ ഇടവകയിലാണ് ധ്യാനം, നല്ല ആവിയുള്ള 3 ദിവസങ്ങളിൽ ധ്യാനം കയറ്റി വെച്ചിരിക്കുന്നു, കൺവെൻഷൻ, ധ്യാന കേന്ദ്രങ്ങൾ, അയ്യോ ഇതൊക്കെ എന്തിനാന്ന് ചിന്തിക്കും. പക്ഷേ വചനത്തിൻ്റെ ശക്തി അറിഞ്ഞാൽ നീ ഒരിക്കലും വചനം മുടക്കിയല്ല. എന്നിട്ട് സംഭവിച്ചതെന്നാണ്, ഞാൻ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ കുർബാന തീർത്തു. ഉച്ച കഴിഞ്ഞ് ഓപ്പറേഷന് കയറ്റി. പിന്നെ നമ്മൾ ഈ അനസ്തേഷ്യയൊക്കെ തന്നിരിക്കുന്നത് കൊണ്ടൊന്നും അറിയുന്നില്ല, അബോധാവസ്ഥയിലല്ലേ. ഒരു 3 മണിക്കൂർ നിൽക്കുന്ന ഓപ്പറേഷൻ, തിരിച്ചു കൊണ്ടുവരുമ്പോഴും അബോധാവസ്ഥയിൽ. എന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അന്ന് ഓപ്പറേറ്റ് ചെയ്ത ഇസ്രായേലിലെ എലിസ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ എലിസ്, യഹൂദനാണ്. ആ മനുഷ്യൻ ആ പെൺകുട്ടികൾ അവിടെ മലയാളി പെൺകുട്ടികൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, യുവർ ജീസസ് ക്രൈസ്റ്റ് ഹാസ് സേവ്ഡ് ഹിം. അയാൾ പറഞ്ഞ കമൻറ്റ് ഇതാണ്. ഇസ്രായേൽക്കാരൻ കത്തോലിക്ക വൈദികൻ്റെ അസുഖത്തെക്കുറിച്ചും ഓപ്പറേഷനെക്കുറിച്ചും പറഞ്ഞ കമൻറ്റ് ഇതാണ്, യുവർ ജീസസ് ക്രൈസ്റ്റ് ഹാസ് സേവ്ഡ് ഹിം. നിങ്ങളുടെ ഈശോ മിശിഹ അങ്ങാരെ രക്ഷിച്ചിട്ടുണ്ട്. യഹൂദൻ ഈശോ മിശിഹായെ പറ്റി പറഞ്ഞതാണ്. പറയാൻ കാരണം എന്താണ്? ഈ പെൺകുട്ടികൾ എനിക്ക് വേണ്ടിയിട്ട് പോയി കാൽവരിയിൽ കുരിശിൻ്റെ വഴിയൊക്കെ നടത്തുമായിരുന്നു. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞേച്ച് പോയി കാൽവരിയിലോട്ട് പോകാനൊക്കെ ഞങ്ങൾക്ക് 8-10 മിനിറ്റ് നടന്നാൽ മതിയായിരുന്നു. അവർ പോയി എനിക്ക് വേണ്ടിയിട്ട് കുരിശിൻ്റെ വഴിയൊക്കെ നടത്തുമായിരുന്നു, ഈ പാവപ്പെട്ട പെൺകുട്ടികൾ. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു, യുവർ ജീസസ് ക്രൈസ്റ്റ് ഹാസ് സേവ്ഡ് ഹിം. നിങ്ങളുടെ ഈശോ മിശിഹ അങ്ങനെ തൊട്ടിട്ടുണ്ട്. പറയാൻ കാരണം, തലേദിവസം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ വളർന്ന അവസ്ഥയിലിരുന്ന ട്യൂമർ പിറ്റേ ദിവസം ഇയാൾ തുറക്കുമ്പോൾ കാണുന്നത് കരിഞ്ഞ് ഉണങ്ങിയിരിക്കുക. എപ്പോൾ സംഭവിച്ചു? കുഷ്ഠരോഗിയോട് പറഞ്ഞ വചനങ്ങൾ ഞാൻ വായിച്ചപ്പോൾ ആ സമയത്ത് കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് കുഷ്ഠരോഗിയോട് പറഞ്ഞ വചനം ഞാൻ വായിച്ചപ്പോൾ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ഇതാ വചനം. ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, പക്ഷേ കർത്താവിൻ്റെ വചനങ്ങൾക്ക് പുള്ളി മാറ്റം വരികയില്ല. കരങ്ങളെടുത്ത് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നാട്ടിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, അതൊക്കെ കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. ഇപ്പോഴും എനിക്ക് ഗുളികയുണ്ട്, വൈകുന്നേരം എനിക്ക് ഗുളികയുണ്ട്, ഫിറ്റ്സ് വരാതിരിക്കാൻ. അതിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചിട്ടില്ല. കാരണം ഞാൻ അഹങ്കരിക്കാതിരിക്കാനായിട്ട് 2 ഗുളിക കൂടെ തന്നിട്ടുണ്ട്. അതെന്നും എടുക്കണം, എല്ലാ ദിവസവും വൈകുന്നേരം എടുക്കണം. അതെടുത്തില്ലെങ്കിൽ ചിലപ്പം തല കറങ്ങി വീഴാം. ട്യൂമറെല്ലാം പോയതാണ്, ബ്രെയിൻ ഓപ്പറേഷൻ നടന്നതുകൊണ്ട് 2 ഗുളികകൾ കാണാം. അത് കർത്താവ് ഞാൻ അഹങ്കരിക്കാതിരിക്കാനായിട്ട്, പൗലോസ്ലീഹ പറയുന്ന പോലെ വെളിപാടുകളുടെ ആധിക്യം നിമിത്തം ഞാൻ മതിമറന്ന് അഹങ്കരിക്കാതിരിക്കാനായിട്ട് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. പല പ്രാവശ്യം ഞാൻ കർത്താവിനോട് പറഞ്ഞു അതൊന്ന് എടുത്തു മാറ്റാൻ. അപ്പോഴെല്ലാം അവിടുന്ന് പറഞ്ഞു, ഇല്ല, എടുത്തു മാറ്റിയല്ല, നിനക്കെൻ്റെ കൃപ മതി. വീടുകൾക്ക് കൃപയാണ് വേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാർ ഐശ്വര്യമായിട്ട് ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ് വേണ്ടത്, പൈസ അല്ല വേണ്ടത്. പൈസ ഉണ്ടെങ്കിൽ കൊള്ളാം, പക്ഷേ അതല്ല വേണ്ടത്. പിള്ളേർ പഠിച്ചാൽ നല്ലത്, പക്ഷേ അതല്ല പരമപ്രധാനം.
അവിടെയാണ് മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്നു, ആദ്യമേ ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവരാജ്യമാണ്. നിങ്ങളുടെ എത്ര വീടുകളിൽ സമയത്ത് ജപമാല ചൊല്ലുന്നുണ്ട്? രാമപുരം പള്ളിയിൽ സന്ധ്യാമണി അടിച്ചു കഴിയുമ്പോൾ എത്ര വീടുകളിൽ ജപമാല ചൊല്ലുന്നുണ്ട്? ജപമാലയെക്കുറിച്ചൊക്കെ ഞാൻ സമയമുണ്ട് പിന്നീട് ഒരു ടോക്കിൽ പറഞ്ഞോളാം. ഇപ്പം ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ, നിങ്ങൾക്കൊരു ആത്മപരിശോധനയ്ക്ക് വേണ്ടിയിട്ട്. ജപമാലയൊക്കെ മുടങ്ങിയാൽ പതുക്കെ പതുക്കെ ദുഷ്ടൻ നിങ്ങളുടെ വീടുകളിൽ കയറി നിങ്ങളെ കൊളാക്കി കളയും, സംശയമൊന്നും വേണ്ട. ജപമാല മുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴാണ് നിങ്ങളുടെ കുട്ടികളും വീട്ടിലെ അവസ്ഥകളും നഷ്ടപ്പെട്ടെന്ന് ചോദിച്ചുകൊണ്ടാൽ മതി, സംശയിക്കേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനത്തെക്കുറിച്ച് നമ്മൾ പറയായിരുന്നു, അങ്ങനെ പറഞ്ഞു വന്ന് നമ്മൾ എവിടം വരെ പറഞ്ഞായിരുന്നു? അവരെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന വഴിക്കും അവരെ നയിച്ചത് വചനമായിരുന്നു. വചനം സ്വീകരിക്കാത്തവർക്ക് എന്നാ പറ്റി? അവരെ വലിയ വിഷപ്പാമ്പുകളൊക്കെ അവരെ കടിച്ചു. വിഷപ്പാമ്പുകളൊക്കെ കടിച്ചു. ആഗ്നേയ സർപ്പങ്ങൾ എന്നാണ് പറയുന്നത്, ആഗ്നേയ സർപ്പങ്ങൾ. ദൈവത്തിൻ്റെ വചനത്തിൽ ചെവി കൊടുക്കാത്ത ഇസ്രായേൽക്കാരെ ചെങ്കടൽ പിളരുന്നതൊക്കെ ഇവർ കണ്ടതാണ്. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. പലരും ചെങ്കടൽ പിളർന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. ഇത്രയും വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ട് പോലും അവരിൽ പലരും വിശ്വസിച്ചില്ല. ഞാൻ നിന്നോടൊന്ന് ചോദിച്ചോട്ടെ, നിൻ്റെ വീട്ടിൽ കർത്താവ് എന്തേലും അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എന്തേലും അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹത്തിനനുസരിച്ച് നിനക്ക് കർത്താവിനോട് ബന്ധമുണ്ടോ? ഉള്ളവരിവിടെ ഇരിപ്പ് കാണും കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കൊരു ആത്മപരിശോധനയ്ക്കാണ്. നിൻ്റെ വീട്ടിൽ കിട്ടിയ ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നീ കർത്താവിനോട് നിനക്ക് ബന്ധമുണ്ടോ? ഇടവകയോട് ബന്ധമുണ്ടോ? കുർബാനയിൽ നിൻ്റെ സജീവ സാന്നിധ്യമുണ്ടോ? കൂടെ കുമ്പസാരമുണ്ടോ? വചനം കേൾക്കാറുണ്ടോ? ജപമാല ചൊല്ലാറുണ്ടോ? നോമ്പെടുക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ വാഗമണ്ണിൽ കുറച്ച് നാളുണ്ടായിരുന്നു. വാഗമണ്ണിൽ നമ്മുടെ ഒരു ധ്യാനകേന്ദ്രം ഉണ്ടല്ലോ, ധ്യാനകേന്ദ്രം മൗണ്ട് നേബോ ധ്യാനകേന്ദ്രത്തിൻ്റെ ആരംഭത്തിനായിട്ട് ഞാനും വേറൊരു അച്ഛനും കൂടെയാണ് അവിടെ പോയത്. അന്നേരം അവിടെ മലകയറ്റമൊക്കെ ഉണ്ടല്ലോ, കുരിശുമല കയറ്റത്തിന് ഞാൻ വികാരിച്ചനെയൊക്കെ സഹായിക്കാനായിട്ട് ഞങ്ങളും പോകുമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ വരുന്ന വിശ്വാസികളുടെയൊക്കെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഞങ്ങളും കൂടുമായിരുന്നു. നോമ്പ് കാലം. അപ്പോൾ അവിടെ വരുന്ന ചില ചെറുപ്പക്കാരോട് ഞാനിങ്ങനെ ചെവി ചോദിക്കും, നോമ്പെടുക്കുന്നുണ്ടോ? അപ്പോൾ ഒരു ചെറിയ ജാള്യതയോടെ പറയും, ഈ വർഷം ഇല്ല, അടുത്ത വർഷം എടുക്കാമെന്ന് ഓർത്തായിരിക്കുന്നത്. അപ്പം ഞാൻ ചുമ്മാ വേറെ ആരും കേൾക്കില്ല, അവരോട് മാത്രം ചോദിക്കും, അടുത്ത വർഷം നമ്മൾ ഉണ്ടാവുമോ? ഇന്ന് തുടങ്ങുക അച്ഛാ, ഇന്ന് തുടങ്ങുക. ജീവൻ പോകുന്ന പേടി കേൾക്കുമ്പോൾ ഇന്ന് തുടങ്ങുക. നമുക്കാർക്കും നമ്മുടെ ജീവൻ പോകുന്ന ഇഷ്ടമില്ല, പക്ഷെ നോമ്പെടുക്കാൻ താല്പര്യവും ഇല്ല. അങ്ങനെ പോയാൽ രക്ഷപ്പെടിയല്ല. ഈ നോമ്പും ഉപവാസം എല്ലാം നമുക്ക് വേണം. ഇറച്ചി തിന്നാതിരിക്കുന്നത് മാത്രമല്ല, നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ 10 മടങ്ങ് നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടും. ഇതൊക്കെ ഇടയ്ക്കങ്ങ് പറഞ്ഞു പോയെന്നുള്ളേ ഉള്ളൂ. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങൾ ആർക്കെങ്കിലും ഇത് വേണമെന്ന് കണ്ടുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. നമുക്ക് ഈ ഇറച്ചി തീറ്റയോടൊക്കെ ഉള്ള ഭ്രമം കൂടുതലായതുകൊണ്ട് ചിലരെന്ത് ചെയ്യുന്നു, നോമ്പ് കാലത്ത് 50 ദിവസത്തേക്ക് മദ്യപിക്കുന്നില്ലെന്നൊരു തീരുമാനമെടുക്കും. അതിൻ്റെ അർത്ഥം എന്നാ? 50 ദിവസം കഴിയുമ്പം പൂർവാധികം ശക്തിയോടുകൂടെ ആരംഭിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ത് നോമ്പ്? കള്ളനോമ്പെന്ന് അതിന് പറയുന്നത്. ഒരു ഉപകാരമില്ല. അതുകൊണ്ട് സഭ നോമ്പ് വച്ചിരിക്കുന്നതെന്നറിയോ? നിൻ്റെ ബലഹീനതകൾ ഇങ്ങനെ പതുക്കെ നിർത്തി തുടങ്ങി അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ടല്ല. അല്ലാതെ 50 ദിവസം കഴിയുമ്പോൾ ബലഹീനതയോട് തിരിച്ചു പോകാനല്ല, മറിച്ച് പതുക്കെ ഈ നോമ്പ് കാലത്ത് അല്പം ചിട്ടയോടെ ജീവിച്ച് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നോമ്പെടുക്കുന്നത്. അല്ലാതെ പിന്നെ വലി തുടങ്ങാനോ കുടി തുടങ്ങാൻ വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ. ഒരു പൊട്ടൻ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ആ കാഞ്ഞങ്ങാടെ അവർ മാനസിക പ്രശ്നമുള്ളവർ, അവർ പൊട്ടന്മാരും പൊട്ടികളും പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹങ്ങൾ വാരിക്കോരി അവരെടുത്ത്. നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാൻ പുരാതന റോമൻ കത്തോലിക്ക കുടുംബത്തിൽപ്പെട്ടതാണ്, ഞാനങ്ങനെ കുർബാന പുസ്തകമൊന്നും ഉപയോഗിക്കില്ല, അതെൻ്റെ സ്റ്റാറ്റസിന് പറ്റിയതല്ല, അതുകൊണ്ട് എന്ത് വേണ്ടി നിനക്ക് അനുഗ്രഹമില്ലാതെ നീ തിരിച്ചു പോകും. നാണം കെടുന്നവർക്കാണ് എപ്പോഴും അനുഗ്രഹം കിട്ടുന്നത്. നാണം കെടുന്നവർക്ക് എല്ലാ ഇടവകയിലും ഉണ്ട്. കുറേ പേരെ കാണാറുണ്ട്, അവരൊത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. ചിലപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഒന്നും കാണില്ല, പക്ഷേ അവരുടെ പെൺമക്കളെയൊക്കെ ഈസി ആയിട്ട് കെട്ടിച്ചു വിടും. നമ്മൾ എത്ര അടുത്ത് കാണുന്നത്. ചിലരുണ്ട് ലക്ഷങ്ങളിങ്ങനെ മക്കളെ കെട്ടിച്ചു വിടാനായിട്ട് സ്വരൂപിച്ച് വെച്ചിട്ടൊന്നും നടക്കാത്ത കേസ് ഇഷ്ടം പോലെയുണ്ട്. കാരണം അവരുടെ കഴിവ് കൊണ്ട് നടക്കുമെന്ന് അവർ ചിന്തിക്കും. മറ്റവരങ്ങനെയല്ല, ഒന്നുമില്ല, കർത്താവ് തൊട്ടെങ്കിലേ ഉള്ളൂ, അതുകൊണ്ടെല്ലാം കർത്താവിനെ അർപ്പിച്ച് അവർ പ്രാർത്ഥിക്കും. അവരുടെ കാര്യങ്ങളെല്ലാം ഈശോ
നന്നായിട്ട് നടത്തി കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ സുവിശേഷത്തിൽ ഒരു വിധവയുടെ കഥ പറഞ്ഞിട്ട് ഈശോ പറയുന്നില്ലേ, ഈശോ ഇങ്ങനെ ജെറുസലേം ദേവാലയത്തിൽ ഇരിക്കുക. അപ്പോൾ സമ്പന്നർ വന്ന് വലിയ തുട്ടുകൾ, വലിയ നാണയത്തുട്ടുകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു. ഈശോ ഇതെല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്തിരിക്കുക. ദരിദ്രയായ ഒരു വിധവ, അവളുടെ രണ്ട് പ്രത്യേകതയാണ്. ഒന്ന്, അവൾ വിധവയാണ്. രണ്ട്, തീരെ പാവപ്പെട്ടവളുമാണ്. അവളിങ്ങനെ പേടിച്ച് വിറച്ച് ഇത് ഇടാവോ ക്രിയ, ഇത്രയും കുറഞ്ഞ തുകയൊക്കെ കൊണ്ട് ഇടാവോ എന്ന് പേടിച്ച് വന്ന് ഭണ്ഡാരക്കുറ്റി കൊണ്ട് നിക്ഷേപിച്ചു. ഈശോ അന്നേരം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടോ ഈ കാഴ്ച? സമ്പന്നർ തങ്ങൾക്കുള്ളതിൽ നിന്ന് കുറച്ച് നിക്ഷേപിച്ചപ്പോൾ അവർ വലിയ തുകയായിരിക്കും ഇട്ടത്, പക്ഷേ അവരുടെ സമ്പത്തിൽ ഒരു ചെറിയ തുകയെ ഇട്ടിട്ടുള്ളൂ. ഇവൾ നോക്കിക്കേ, ആ 2 ചെമ്പ് തൊട്ട് നാണയങ്ങൾ അവൾക്കുണ്ടായിരുന്ന മുഴുവനാണ് അത്. അവളുടെ ഉപജീവനത്തിനുള്ള വക മുഴുവനാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇവൾ ബാക്കിയുള്ളവരെല്ലാവരെയും നിക്ഷേപിച്ചിരിക്കുന്നു. ഇത് പൈസയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് കൊടുക്കുമ്പോൾ, പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അനുഗ്രഹങ്ങൾ കിട്ടും. ഇനി തിരിച്ചു വരാം നമുക്ക്. അങ്ങനെ വചനത്തിൻ്റെ മുന്നേറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ ചരിത്രത്തിലെ വചനത്തിൻ്റെ മുന്നേറ്റം, വചനം കാലാകാലങ്ങളിൽ മനുഷ്യരെ നയിച്ച കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരുഭൂമിയിൽ അവരെ വചനം നയിച്ചു. തേനും പാലും ഒഴുകുന്ന കാനാദേശത്ത് അവരെത്തി. അവിടെയും കർത്താവ് പറഞ്ഞ അനുസരിച്ചാണ് അവർ പാർപ്പിടങ്ങൾ ഓരോ അവർ പല എത്ര ഗോത്രങ്ങളാണ്, അല്ല 12 ഗോത്രങ്ങളാണ്. 12 ഗോത്രങ്ങളുണ്ടായിരുന്നു. ആ ഗോത്രത്തിന് കർത്താവ് പറഞ്ഞ അനുസരിച്ച് ഭൂവിഭാഗങ്ങൾ വീതിച്ച് കൊടുത്തു. അപ്പോഴും ശണ്ടകൾ, വചനം അനുസരിക്കാത്തവർ ഒത്തിരിയേറെ വഴക്ക് കൂടിക്കൊണ്ടിരുന്നു. അവർക്കൊക്കെ ഒന്നിനെങ്കിലും അവരൊക്കെ രോഗങ്ങൾ വരികയോ പ്രശ്നങ്ങളുണ്ടാവുകയോ ശത്രുക്കൾ അവരെ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്നും കാണുന്ന ചരിത്രമാണ്. പിന്നെ എന്നാ കാണുന്നത്? പിന്നെ ഇങ്ങനെ ഈ മോശയുടെ കാലം കഴിയുമ്പോഴത്തേക്കും ജോഷുവയുടെ കാലമാണ്. ജോഷുവയെ കർത്താവ് ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. ജോഷുവയ്ക്കും കർത്താവ് വചനം കൊടുത്തു. ജോഷുവ വചനം അനുസരിച്ച് ജീവിച്ചപ്പോൾ ജോഷുവയുടെ കാര്യങ്ങളെല്ലാം വിജയമായിരുന്നു. ആ കാലഘട്ടത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് ആഖാൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. ആഖാൻ ഇസ്രായേൽക്കാരുടെ ഇടയിലെ ഒരു മനുഷ്യനാണ്. അപ്പോൾ ജെറീക്കോ പട്ടണം ജോഷുവയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കാൻ പോകുന്ന ഒരു സംഭവം അവിടെയുണ്ട്. നിങ്ങൾ 7-ാമത്തെ അധ്യായമൊക്കെ വായിച്ച് നോക്കണം, ജോഷുവയുടെ പുസ്തകം. അപ്പോൾ കർത്താവ് പ്രത്യേകം പറഞ്ഞായിരുന്നു, ജെറീക്കോക്കാർ നിങ്ങൾക്ക് ശല്യമാകുന്നതുകൊണ്ടാണ് അവരെ ആക്രമിക്കാൻ പോകുന്നത്. പക്ഷേ അവിടെയുള്ളതൊന്നും നിങ്ങൾ വലിച്ചു വാരിക്കൊണ്ട് പോകരുത്. അവർക്ക് വലിയ ആഭരണങ്ങളും സ്വർണവും വെള്ളിയൊക്കെ അവിടെ കാണും. അതൊന്നും എടുത്തോണ്ട് പോന്നേക്കരുത്. ഇതാ കർത്താവിൻ്റെ വചനം. ആർത്തി പാടില്ല. അങ്ങനെ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ ജെറീക്കോ കോട്ട പിടിച്ചടക്കി. ആ പട്ടണ നിവാസികളെ എല്ലാം അവർ തരിപ്പണമാക്കി. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആഖാൻ എന്നുള്ള ഇസ്രായേൽക്കാരൻ, അയാൾ നോക്കിയപ്പോൾ ഇതാ ഒത്തിരി ആഭരണങ്ങളൊക്കെ അവിടെ കിടക്കുന്നു. ഒത്തിരി പാത്രങ്ങളും വെള്ളിയും സ്വർണവും ഒത്തിരിയേറെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇങ്ങനെ കിടക്കുക. അവനിതെല്ലാം കൂടെ വാരിക്കൂട്ടി ആർത്തി കൊണ്ട്. ചെയ്യരുതെന്ന് പറഞ്ഞിരുന്ന വചനം അനുസരിച്ച് ജീവിക്കണം, വചനം അനുസരിച്ച് ജീവിക്കണം. നമുക്കിന്നത് പറഞ്ഞു തരുന്നത് സഭയാണ്. ഇന്ന് നമുക്കത് പറഞ്ഞു തരുന്നത് സഭയാണ്. സഭ പറയുന്ന പോലെ നമ്മൾ ചെയ്യണം. സഭ പറയുന്ന പോലെ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഗതികേടേ വരുള്ളൂ, ഉറപ്പാണ്. അതാരാണെങ്കിലും, അത് വൈദികരാണെങ്കിലും സന്യസ്തരാണെങ്കിലും അൽമായ സഹോദരങ്ങളാണെങ്കിലും സഭയിലെ അധികാരികൾ ആരാണെങ്കിലും ദൈവവചനത്തെ ധിക്കരിച്ച് ജീവിക്കാമെന്ന് വെച്ചാൽ അവർക്ക് തരിപ്പണ, അവർ തകർന്നു പോവുള്ളൂ, സംശയമൊന്നും വേണ്ട. ഈ ആഖാൻ എന്നാ പറ്റി? ആഖാൻ ഇങ്ങനെ എല്ലാം കൂടെ വാരിക്കൂട്ടി. പിന്നീട് നമ്മൾ വചനം കാണുന്നുണ്ട്, ഇസ്രായേൽക്കാർ പിന്നീട് വന്ന യുദ്ധങ്ങളിലൊക്കെ തോറ്റുപോയി. ഒറ്റ മനുഷ്യൻ്റെ പണി കാരണം ഇസ്രായേൽക്കാർ പിന്നീട് വന്ന യുദ്ധങ്ങളിലൊക്കെ തോറ്റുപോയി. കർത്താവ് പറഞ്ഞു, എന്താ കുഴപ്പം? ആഖാനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ ശിക്ഷിച്ചു. അവൻ കാരണമാണ്, അവൻ്റെ തെറ്റ് കാരണമാണ്, വചനം അനുസരിക്കാത്ത കാരണമാണ് ഈ മനുഷ്യർ മുഴുവൻ അനുഭവിക്കേണ്ടത്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വീടായിട്ട് കഴിയുമ്പോൾ അപ്പൻ, അമ്മ, പിള്ളേർ, ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ, മക്കൾ എല്ലാം ഒരുമിച്ച് കഴിയുക. നിങ്ങളിൽ ഒരാൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുമ്പോൾ ആ വീടിൻ്റെ അവസ്ഥകൾ ശോചനീയമായിട്ട് തീരും.
നിങ്ങൾ ഇരിക്കുക, ഒരാൾ പ്രാർത്ഥിക്കുന്നില്ല, ബാക്കിയുള്ളവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയല്ല. ആ ഒരാളിലൂടെ പൈശാചിക ശക്തികൾ നിങ്ങളുടെ വീട്ടിൽ കയറിപ്പറ്റും. ആ ഒറ്റ വ്യക്തിയിൽ, പ്രാർത്ഥനയില്ലാത്ത ഒറ്റ വ്യക്തിയിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക്. നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ നല്ലൊരു വീട് പണിതേച്ച് കഥകൊക്കെ അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു ദിവസം നോക്കുമ്പോൾ മുറിക്കകത്ത് വലിയൊരു പാമ്പ്. ഓ, നമ്മൾ അന്തം പെട്ടു, ഇതെങ്ങനെ വന്നു? പിന്നെയാ മനസ്സിലായത്, ചെറിയ ഒരു പൊത്ത്, ഒരു ഓവെന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു പൊത്ത്, അതിനകത്തൂടെ ഈ പാമ്പ് കയറി വന്നത്. പാമ്പിന് കയറാനായിട്ട് ചെറിയൊരു കിഴുത്ത മതി. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് പൈശാചിക ശക്തികൾക്ക് കയറി വരാനായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രശ്നം മതി. ഒരാളുടെ മദ്യപാനമായിരിക്കാം, ഒരാളുടെ വ്യഭിചാര ജീവിതമായിരിക്കാം, ഒരാളുടെ പിടിവിട്ടതായ ചില ദുശ്ശീലങ്ങളായിരിക്കാം. ആ വീട് തകരാനായിട്ട് അത് മാത്രം മതി. അതുകൊണ്ട് ഒരുമിച്ച് വചനം കേൾക്കുന്നത് ആവശ്യമാണ്. ഒരാൾ വന്ന് ധ്യാനം കേട്ടാൽ പോരാ, രണ്ടുപേര് വന്ന് വചനം കേട്ടാൽ പോരാ. വീട്ടിലുള്ളവരെല്ലാവരും വചനം ശ്രവിക്കുമ്പോഴാണ് കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നത്. ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഒറ്റയാളുടെ തെറ്റുമൂലം ആ ജനത മുഴുവൻ ദുഃഖിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മറ്റൊരു രഹസ്യം പറയാം. ഇവിടെ ഇരിക്കുമ്പോൾ ചില സഹോദരങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചില അമ്മച്ചിമാർക്ക് ദുഃഖം കാണാം. അയ്യോ, അങ്ങാരൊന്ന് വന്ന് ധ്യാനം കൂടിയായിരുന്നത് നല്ലതായിരുന്നു. ആഗ്രഹം നല്ലതാണ്, ചെന്നേച്ച് നിർബന്ധിക്കുകയും വേണ്ട. നീ ചെയ്യേണ്ടത്, നീ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പരിഹാരം കൂടെ ചെയ്യാമെങ്കിൽ നാളെ ആളെ ഇവിടെ കർത്താവ് കൊണ്ടുവരും. നീ പ്രാർത്ഥിക്കുകയും പരിഹാരം ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും നീ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ, ചിലപ്പോൾ നിൻ്റെ ജീവിത പങ്കാളിയാകാം, ചിലപ്പോൾ നിൻ്റെ മക്കളാകാം, അവരെ കർത്താവ് നാളെ ഇവിടെ വചനം കേൾക്കാനായിട്ട് കൊണ്ടുവരും. സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾ എപ്രകാരം കർത്താവിനോട് ചേർന്ന് നിലപാടെടുക്കുന്നു അനുസരിച്ച് അനുഗ്രഹം കിട്ടും. വീണ്ടും നമുക്ക് ഈ യാത്ര തുടരാം വചനത്തിൻ്റെ. അങ്ങനെ യാഖാൻ്റെ പാപം അവരെ ഒത്തിരി പഠിപ്പിച്ചു. വീണ്ടും ജോഷുവയുടെ കാലം കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ന്യായാധിപന്മാർ ഇസ്രായേൽക്കാരെ ഭരിക്കുന്ന കാലമാണ്. ഓരോരോ കാലഘട്ടത്തിൽ കർത്താവ് ഈ ജനതയെ നേതാക്കന്മാരുടെ കീഴിൽ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോവുക. എന്തിനു വേണ്ടിയിട്ട്? ഇതെല്ലാം രക്ഷകൻ്റെ വരവിന് വേണ്ടിയിട്ട് ഒരുക്കുന്നതാണ്. രക്ഷകൻ ഇനിയും വന്നിട്ടില്ല. അന്ന് പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കൊടുത്തൊരു വചനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഉൽപ്പത്തി 3:15 ഇതേ ഒരു രക്ഷകനെ തരും. ആ രക്ഷകനെ സ്വീകരിക്കാനായിട്ട് കാലാകാലങ്ങളിൽ ദൈവജനത്തെ കർത്താവ് ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് വരുമായിരുന്നു. അപ്പം ന്യായാധിപന്മാരെ കൊടുത്തു. ന്യായാധിപന്മാരിലൂടെ കർത്താവ് വചനം കൊടുത്തുകൊണ്ടിരുന്നു. സാമൂലൊക്കെ ഈ ന്യായാധിപന്മാരിൽ പെട്ടതാണ്. ഈ സാമൂലിൻ്റെ കാലത്ത് ദൈവജനം വലിയ ബഹളം ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ട്? അവർക്കൊരു രാജാവിനെ വേണമെന്നും പറഞ്ഞു. യഥാർത്ഥത്തിൽ ദൈവമായ കർത്താവ് ഇസ്രായേൽക്കാർക്ക് ഒരു രാജാവിനെ കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. രാജാവിനെ ചോദിക്കുന്നത് ശരിയല്ലെന്ന് പോലും അവരോട് പറഞ്ഞു. പിന്നീട് നിങ്ങൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തെ കാര്യം വായിച്ചാൽ മനസ്സിലാവും. അതിലൊരു നല്ല പങ്കും കർത്താവിൽ നിന്ന് അകന്നുപോയവരാ. വിഗ്രഹങ്ങളുടെ പുറകെയും പൂജാമുറികളുടെ പോലെയും ഒക്കെ പുറകെ പോയ ഒത്തിരി രാജാക്കന്മാർ, തെറ്റിൽ പിഴച്ചുപോയ ഒത്തിരി രാജാക്കന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവമായ കർത്താവ് രാജാക്കന്മാരെ വാഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ജനം അലമുറ ഇട്ടപ്പോൾ ഒരിക്കലും വേറൊരു അവസ്ഥ ഇല്ലാതെ വന്നപ്പോൾ ദൈവമായ കർത്താവ് രാജാവിനെ കൊടുക്കാൻ തീരുമാനിച്ചു. സാവൂൾ ആദ്യത്തെ രാജാവ് അവരുടെ. ആ കാലഘട്ടത്തിലും ദൈവം ഇങ്ങനെ വചനം കൊടുത്തുകൊണ്ടിരുന്നു. സാവൂള് തൻ്റെ മനസ്സിന് ഇണങ്ങാത്ത വ്യക്തിയായിട്ട് വന്നപ്പോഴത്തേക്കും സാവൂളിൻ്റെ അവസ്ഥ തീർന്നു. സാവൂള് കൊല്ലപ്പെടുകയാണ്. നമുക്കറിയാം, വായിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. സാവൂള് വധിക്കപ്പെട്ടു. ദൈവഹിതം അനുസരിക്കാത്ത മൂലം സാവൂള് വധിക്കപ്പെടുകയാണ് ചെയ്തത്. പിന്നെ ദാവീദ് വന്നു. ദാവീദ് കർത്താവിൻ്റെ ഹിതത്തിന് അല്ലെങ്കിൽ മനസ്സിന് ഇണങ്ങിയ വ്യക്തിയായിരുന്നു. അവനെക്കുറിച്ച് ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങിയ വ്യക്തിയായിരുന്നു ദാവീദ്. അപ്പോൾ ദാവീദിലൂടെ കർത്താവ് പിന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാനിന്ന് പറയുന്ന ടോപ്പിക്ക് എന്നാന്ന് മറന്നു പോകരുത്. പണ്ട് മുതലേ ദൈവം എങ്ങനെയാണ് വചനത്തിലൂടെ ജനത്തെ നയിച്ചതെന്നാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മളെ നയിക്കുന്ന അതിൻ്റെ ബാക്കിയാണ്. അവിടെ വരെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന് എത്തിക്കും. അന്നേരം നമ്മൾ ഈ ടോക്ക് തീരും. 6:30 നമ്മൾ ഒരു ബ്രേക്ക് ആയിരിക്കും. 6:30 ഇന്നത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യം ആയിരിക്കും. അപ്പം അങ്ങനെ ദാവീദ് ജനത്തെ നയിച്ചു ദൈവം. പക്ഷേ ഇടയ്ക്ക് ദാവീദിനും പറ്റി. നിങ്ങൾ ദാവീദിൻ്റെ അധപതനമൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. തൻ്റെ
പടയാളിയുടെ ഭാര്യയിലോട്ട് അയാൾക്ക് ഒരു വലിയ ആഗ്രഹം, ദുർമോഹം, വ്യഭിചാരം ചെയ്തു, പാപിയായി, ഒത്തിരി പ്രശ്നങ്ങളായി. ദാവീദ് പാപത്തിനടിമയായി. നാത്താൻ പ്രവാചകനിലൂടെ കർത്താവ് അന്നേരം സംസാരിച്ചു ദൈവവചനം. പ്രിയപ്പെട്ട അപ്പച്ച, പ്രിയപ്പെട്ട അമ്മച്ചി, നീ സഭയ്ക്ക് നിരക്കാത്തതോ കർത്താവിന് നിരക്കാത്തതായ ഒരു കാര്യം ചെയ്യുമ്പോൾ നിൻ്റെ മനസാക്ഷിയിൽ കർത്താവ് സംസാരിക്കും. ചിലപ്പോൾ ഇടവകയിലെ വികാരിച്ചൻ്റെ ഒരു ടോക്കിലൂടെ ആയിരിക്കും നിനക്ക് ആവശ്യമുള്ളത് കിട്ടുന്നത്. ചിലപ്പോൾ നീ പങ്കെടുക്കുന്ന ഒരു ധ്യാനത്തിലൂടെ ആയിരിക്കും നിനക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ കർത്താവ് തരുന്നത്. ദാവീദിനോട് നാത്താൻ പ്രവാചകൻ പോയി സംസാരിച്ചു, നീ തെറ്റാണ് ചെയ്യുന്നത്. ദാവീദ് തിരുത്തി കേട്ടോ. കർത്താവിൻ്റെ വചനം ഈ പ്രവാചകനിലൂടെ കടന്നു വന്നപ്പോൾ ദാവീദ് തിരുത്തി. അങ്ങനെ നിലവിളിക്കുന്ന ദാവീദിൻ്റെ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദാവീദ് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞു, തിരുത്തി. വീണ്ടും ദാവീദ് കർത്താവിന് സംപ്രീതനായി. നമ്മുടെ തമ്പുരാനൊരു പ്രത്യേകതയുണ്ട്, പെട്ടെന്ന് നമ്മളോട് ക്ഷമിക്കും, പെട്ടെന്ന് നമ്മളോട് ക്ഷമിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമല്ലേ കുമ്പസാരം. ചില വ്യക്തികളൊക്കെ ഈ അടുത്ത കാലത്ത് കുമ്പസാരം കേട്ടൊക്കെ വർഷങ്ങൾ കഴിഞ്ഞ് കുമ്പസാരിക്കുന്നവരാ, വർഷങ്ങൾ. പക്ഷെ അവരോട് അന്നാലും കർത്താവ് കരുണ കാണിക്കും. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നീതിമാന്മാരെ അന്വേഷിച്ചല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നത്. ഇതാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു സമാശ്വാസം കേട്ടോ. നമ്മുടെ കർത്താവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമാശ്വാസം ഇതാണ്. നീതിമാന്മാരെ അന്വേഷിച്ചല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നത്. ആ കൂട്ടത്തിൽ നമ്മളെല്ലാം പെടും, ഞാനും നിങ്ങളെല്ലാവരും ആ പാപികളുടെ ഗണത്തിൽ പെടും. നമുക്കൊക്കെ കുറവുകളുള്ളവരല്ലേ. പക്ഷേ ആ കുറവുകളും കൊണ്ട് ഇരിക്കാതെ കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലണം. അങ്ങനെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലൂടെ കർത്താവ് വചനം കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ രാജാക്കന്മാരിൽ പലരും ദുർനടത്തക്കാരായിരുന്നതുകൊണ്ട് ഇവരെ നയിക്കാനായിട്ട്, ഇവർക്ക് വചനം കൊടുക്കാനായിട്ട് പ്രവാചകന്മാരെ കർത്താവ് നിയോഗിച്ചു. അങ്ങനെ പ്രവാചകന്മാരുടെ ഒരു കാലം ഉണ്ടാകുന്നത് തന്നെ. ഈ രാജാക്കന്മാർ കർത്താവ് പറഞ്ഞു കേട്ട് ജീവിച്ചിരുന്നെങ്കിൽ, ജനത്തെ നയിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാർ ഉദയം ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. പക്ഷെ ചരിത്രത്തിൽ പ്രവാചകന്മാരുണ്ടായത് എപ്പോഴാണ്? രാജാക്കന്മാർ ദൈവത്തിൻ്റെ വാക്കുകൾ വിട്ടിട്ട് തോന്നിയാസം ജനത്തെ നയിച്ചപ്പോഴാണ്. അവർ പലപ്പോഴും വിഗ്രഹ ആരാധനയിലേക്കും വ്യഭിചാരത്തിലേക്കും ആഭിചാരങ്ങളിലേക്കും എല്ലാം ജനത്തെ വലിച്ചിഴച്ചപ്പോഴാണ് പ്രവാചകന്മാരെ കർത്താവ് നയിച്ചത്. അങ്ങനെ പ്രവാചകന്മാരുടെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ അവിടെ വിശദീകരിക്കുന്നില്ല, സമയം തീരുകയായതുകൊണ്ട്. അങ്ങനെ ഒടുവിലത്തെ പ്രവാചകനാണ് നമ്മൾ കാണുന്നത് സ്നാപക യോഹന്നാൻ. ഇത്ര ശക്തനായ പ്രവാചകനായിരുന്നല്ലേ. യഥാർത്ഥത്തിൽ സ്നാപക യോഹന്നാൻ്റെ തീക്ഷ്ണത മാതാപിതാക്കന്മാരുണ്ടാകണം. അവനെങ്ങനെയാണ് ആ തീക്ഷ്ണത ഉണ്ടാക്കിയെടുത്തത്? അവൻ മരുഭൂമിയിൽ പോയി തപസ്സിരുന്ന് അന്ന് കർത്താവിന് വഴികാട്ടിയായിട്ട് വരാനുള്ളവനാണെന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ട് അവൻ ദീർഘകാലം മരുഭൂമിയിൽ ജീവിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ജീവിച്ചതിന് ശേഷമാണ് യൂദയ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കണ്ട ഒരു ഭ്രാന്തനെ പോലെ ഇരിക്കും. സ്നാപയോനാൻ്റെ പടമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രവും അരിയിൽ തോൽവാറും ഒക്കെ ധരിച്ച് നിൽക്കുന്ന, കണ്ടാലൊരു ഭ്രാന്തൻ്റെ ലുക്ക്. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. അസലൊരു ഭ്രാന്തൻ്റെ ലുക്ക്. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഈ ഭ്രാന്തൻ്റെ അടുത്തോട്ട്, ഭ്രാന്തനെ പോലെ ഇരിക്കുന്നവൻ്റെ അടുത്തോട്ട് ആളുകളെല്ലാം കൂടെ ഓടിക്കൂടിയത്? ഇവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആളുകളെ ഓടിക്കൂടി. ഇവൻ്റെ സൗന്ദര്യം കണ്ടാണ്? ഒന്നുമല്ല, ഒരു സൗന്ദര്യം ഇല്ലായിരുന്നു. പിന്നെ എന്നാ കണ്ട? പൈസ കിട്ടുമെന്ന് പറഞ്ഞു? ഒന്നുമല്ല, അവൻ്റെ ഒരു പൈസയും ഇല്ലായിരുന്നു. പിന്നെ എന്നാ? അവന് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരുന്നു. അവൻ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ജനങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടത്. അതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലത്ത് മക്കൾക്ക് വേണ്ടിയിട്ട് കുറേ സമ്പാദിച്ച് തന്നെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലെ മണ്ടന്മാരായിട്ട് മാറും. സമ്പാദിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, സമ്പാദിച്ച് മാത്രം കൊടുക്കുന്നവരായാൽ ഞാൻ പറഞ്ഞത്. കുറേ പൈസയും കുറേ ഏക്കറേജും മാത്രം സമ്പാദിച്ച് കൊടുക്കുന്നവരായാൽ നിങ്ങൾ ഭൂമിയിലെ മണ്ടന്മാരായിട്ട് മാറും. അവസാനം സമാധാനത്തോടെ മരിക്കുകയല്ല. അടുത്ത കാലത്ത് ഒരു അപ്പൻ എന്നോട് പറഞ്ഞതാണ്, അച്ഛാ, ഞാൻ എൻ്റെ പിള്ളേർക്ക് 2 കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. 1 ദൈവഭയം, 2 വിദ്യാഭ്യാസം. ശരിയാണ്, ആ പുള്ളി അങ്ങനെ ചെയ്തു. പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ലതായിട്ട് അവരെ വിശ്വാസ കാര്യങ്ങളിൽ പരിശീലിപ്പിച്ചു. അതുകൊണ്ട് ആ 2 പിള്ളേരുണ്ട്. ആ 2 പിള്ളേരും വളരെ ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്നവരാണ്. നല്ല ജോലിയുണ്ട്, നല്ല ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്ന. ഇതാ മാതാപിതാക്കന്മാർ ചെയ്യേണ്ടത്. അല്ലാതെ ചിന്തിക്കരുത്, മക്കൾക്ക് കുറേ അങ്ങ് സമ്പാദിച്ച് അങ്ങ് കൊടുത്തേക്കാം. പോരാ, അത് വലിയ പ്രശ്നമാണ്.
ഒരു അപ്പൻ എന്നോട് പറഞ്ഞത് ഓർക്കുന്നു. ഒരിക്കൽ ഈ അപ്പൻ്റെ ഒരു മോന് നന്നായിട്ട് പഠിച്ച് മിടുക്കനായിട്ട് വിദേശത്തൊരു ജോലി കിട്ടി. അവൻ്റെ പഠിപ്പിനനുസരിച്ചൊരു ജോലി വിദേശത്ത് കിട്ടി. പക്ഷേ ഇവരെന്നും പള്ളിയിൽ പോകുമായിരുന്നു. ഈ അപ്പനും പിള്ളേരും എല്ലാം, വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാവരും എന്നും പള്ളിയിൽ പോകുന്നവരെ. വിദേശത്ത് ചെന്നപ്പോൾ അവന് വലിയ സന്തോഷമായ ആദ്യം. നല്ല ജോലി, നല്ല സാലറി. പക്ഷേ അവൻ അപ്പനെ വിളിച്ചു പറഞ്ഞു, അപ്പാ ഒരു കുറവുണ്ട്. എന്നാ മോനെ? ഇവിടെ അടുത്തൊന്നും ഒരു കത്തോലിക്ക പള്ളിയില്ലെന്ന് പറഞ്ഞു. അപ്പൻ അവനോട് പറഞ്ഞു എന്നാണെന്നറിയോ? അടുത്ത ദിവസത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോരാൻ പറഞ്ഞു. പള്ളിയില്ലെങ്കിൽ നീ അവിടെ നിൽക്കട്ടെ, അങ്ങ് പോരാൻ പറഞ്ഞു. നമ്മളിൽ എത്ര പേരങ്ങനെ പറയും? നമ്മൾ ചിലർ പറയും, അതൊന്നും നോക്കാനില്ലെന്നേ, പൈസ നല്ലതില്ലേ, നല്ല ജോലിയല്ലേ, പള്ളിയൊന്നും നോക്കണ്ടാടാ, അറിയാവുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടാൽ മതി. അപ്പം പറഞ്ഞു അടുത്ത ഫ്ലൈറ്റിന് കയറി പോരാൻ മതി, പള്ളി ഉള്ളിടത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പറ്റിയ, എന്നും പള്ളിയിൽ പോകാൻ പറ്റിയ ഒരു സ്ഥലത്ത് വിദേശത്ത് അവന് നല്ലൊരു ജോലി കിട്ടുകയും ചെയ്തു. നമ്മുടെ സ്റ്റാൻഡ് എന്നായിരിക്കും? കരങ്ങളെഴുതി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് കേട്ട് കഴിയുമ്പോൾ, അച്ഛൻ ഇതൊക്കെ പറയാം. അച്ഛന് കുടുംബമില്ല, പിള്ളേരില്ല, കുടുംബക്കാർക്ക് ഇങ്ങനെയൊന്നും പറയാൻ പറ്റിയല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റുന്ന എന്നാണെന്നറിയാവോ? നിൻ്റെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് അരിച്ചു മാറ്റപ്പെടുന്ന നീ അറിയാതെ വരും. മരിക്കുന്ന സമയം, ഞാനിപ്പോൾ അവിടെ രോഗികൾ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്, ഇന്ന് തന്നെ നമ്മുടെ ജോസിയേട്ടൻ എന്നെ കൊണ്ടുവരാണ്ട് വന്നപ്പം ഞാനവിടെ ജോസിയേട്ടൻ എന്നെ വിളിച്ചു. ജോസിയേട്ടൻ ചിന്തിച്ച് കാണും ഞാൻ എന്നെ ഫോൺ എടുക്കാത്തതെന്ന്. 3-4 പ്രാവശ്യം വിളിച്ചു. ആരൊക്കെ ഫോൺ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ അന്നേരം 2 രോഗികൾക്ക് രോഗീലേപനം കൊടുത്തുകൊണ്ടിരിക്കുക. 2 പേർക്ക് രോഗീലേപനം കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ബോധമില്ലാതെ കിടക്കുക 2 പേര്. പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, ഒന്നുമില്ല, ഇങ്ങനെ കിടക്കുക. നമുക്ക് ഇവിടുന്ന് കടന്നു പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവിടെ നിന്നിരുന്ന ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്ന രണ്ടാമത്തെ ആ രോഗിയുടെ അടുത്ത് വന്നു വെച്ചാൽ അന്നേരത്തെ ഡോക്ടറിനോട് പറഞ്ഞു, അച്ഛാ താമസിയാതെ മരിക്കുമെന്ന് പറയും. ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി മെഡിക്കേഷനൊന്നുമില്ല, മരുന്നൊക്കെ തീർന്നതാണ്. മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ ഞാനിപ്പോൾ ഈ 2 വർഷമായിട്ട് ഈ ആശുപത്രി ശുശ്രൂഷ ചെയ്യുമ്പം കാണുന്നുണ്ട്. എന്നാകെ വെട്ടിപ്പിടിച്ചാലും ഒരു കാര്യമില്ല. എന്നാൽ ഇതിന് വേറെ അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഒരു കാരണോടെ അടുത്ത്, ഒരു 95 വയസ്സുള്ളൊരു കാരണോടെ അടുത്ത് ഞാൻ കുർബാനയും കൊണ്ട് ചെല്ലുമ്പോൾ കാണുന്നത്, കുർബാനയും കൊണ്ട് രാവിലെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ മനുഷ്യൻ ആ ടി വിയിൽ ഇങ്ങനെ കുർബാന കാണാം. അവിടുത്തെ കുർബാന എങ്ങനെ ടി വി കാണാം. അവിടെ ആ മനുഷ്യൻ ഇങ്ങനെ കുർബാനയിൽ മുഴുകിയിരിക്കുക. ഞാൻ കുർബാനയും കൊണ്ട് ചെല്ലുന്നത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് അടുത്ത് നിന്ന ബൈസ്റ്റാൻഡർ പറഞ്ഞു, അച്ഛൻ കുർബാനയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ ഭക്തിയോടുകൂടെ കുർബാന സ്വീകരിച്ചു. പിന്നീട് ഞാൻ ആ മനുഷ്യൻ്റെ മുറി ചെന്നേച്ച് എനിക്ക് തോന്നി ഇതെന്തൊക്കെ അനുഭവമുള്ള മനുഷ്യനാണല്ലോ. നമുക്ക് എല്ലാവരിൽ നിന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട്. എല്ലാ മനുഷ്യരിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിൽ നമ്മൾ ധർമ്മക്കാരെന്ന് പറയുന്നവരിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. ധർമ്മക്കാരെന്ന് പറഞ്ഞൊരു മനുഷ്യനില്ല. ധർമ്മക്കാർ അങ്ങനെ ഉണ്ടായത് നമ്മൾ പലപ്പോഴും സഹായിക്കാത്തത് കൊണ്ട്, സഹകരിക്കാത്തത് കൊണ്ട് ഭൂമിയിൽ ധർമ്മക്കാരുണ്ടാകുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്ത് പകൽ ചെന്നപ്പോൾ ഈ മനുഷ്യനോട് പറയാം, അനുഭവങ്ങൾ ചോദിച്ചപ്പോൾ അയാളൊരു പട്ടാളക്കാരനാണ്. ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ യുദ്ധത്തിനൊക്കെ പോയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇപ്പോൾ 95 വയസ്സുണ്ട്. അയാൾ ചേർപ്പങ്കലായിരുന്നു അയാളുടെ വീട്. അതിന് താമസം ഇപ്പോൾ വേറെ സ്ഥലത്തോട്ട് മാറിപ്പോയതാണ്. ആ മനുഷ്യനോട് പറയാണ്, അതാ യുദ്ധത്തിലൊക്കെ ചെല്ലുമ്പോൾ, വലിയ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ, ഒത്തിരി ഭീഷണികൾ നേരിടുമ്പോൾ, ചേർപ്പങ്കലെ ഉണ്ണീശോയെ എൻ്റെ മനസ്സിൽ ഞാൻ ധ്യാനിക്കുമായിരുന്നു പറഞ്ഞു. എനിക്കിതുവരെ ഒരു പോറലും ഏറ്റിട്ടില്ല. അതുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞതാണ്, ചേർപ്പങ്കലെ ഉണ്ണീശോയെ എൻ്റെ മനസ്സിൽ ഞാൻ ധ്യാനിക്കുമായിരുന്നു, എനിക്കിതുവരെ ഒരു പോറലും സംഭവിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ പല സ്ഥലത്തോട്ടും വിടുന്നില്ലേ? അവർക്ക് പോകുമ്പോൾ അവരോട് പറഞ്ഞു വിടരുത്, അയ്യോ വീട്ടിൽ ഇത്രയും കടമുണ്ട് കേട്ടോ, നീ ആയിട്ട് വേണം ഇതെല്ലാം വീട്ടാൻ നല്ല പറഞ്ഞു വിടേണ്ടത്. നീ എന്നാ പറഞ്ഞു കൊടുക്കണം? നീ നിനക്ക് വിശ്വാസം കൊണ്ട് പറഞ്ഞു കൊടുക്കണം, മോനെ ഒരു ബൈബിള് കൂട്ടത്തിൽ കരുതിക്കണം, മറന്നേക്കരുത്. ഒരു ബൈബിള് കൊണ്ടുപോകുന്ന കാര്യം മറന്നേക്കരുത്. ജപമാല കൊണ്ടുപോകണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ വലിയ വിശ്വാസ പാരമ്പര്യത്തിലുള്ളതാണ് കേട്ടോ. പറ്റുമെങ്കിൽ നീ പള്ളിയിൽ പോക്കോണം കേട്ടോ. ഇതൊക്കെയാണ് പറഞ്ഞു വിടണം. അല്ലാതെ എൻ്റെ മോനെ നമുക്ക് 50 ലക്ഷം കടമുണ്ടെന്നുള്ളത് നിനക്ക് അറിയാമല്ലോ അല്ലേ, മോളെ നിനക്കതറിയാമല്ലോ അല്ലേ? എന്നിട്ട് എന്നായും ഈ പെങ്കൊച്ച് വിദേശത്ത് ചെല്ലുമ്പോൾ മുഴുവൻ അപ്പൻ്റെ കടത്തെ പറ്റിയാണ് ചിന്ത. അങ്ങനെ ചിന്തിച്ച് അവൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്തും ഓവർ ഡ്യൂട്ടി ചെയ്തും എല്ലാം അങ്ങനെ ക്ഷീണിച്ച് കഴിയുമ്പോൾ ഇതാ അവളെ പ്രേമിക്കാൻ ഒരുത്തൻ. പ്രാർത്ഥനയില്ലാതെ നടക്കാൻ മകരല്ലോ. ഈ ഈനാഞ്ചാത്തിക്ക് മരപ്പെട്ടി കൂട്ടിന് വരും. ഈനാഞ്ചാത്തിക്ക് മരപ്പെട്ടി കൂട്ടിന് വരും, സംശയമില്ലാത്ത കാര്യമാണ്.
അങ്ങനെ മരപ്പെട്ടിയുടെ കൂട്ട് കൂടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ ജാതി ഏതാ മതമാണെന്നൊന്നും നോക്കട്ടൊന്നുമില്ല. വീട്ടിലോട്ട് പറയുക, എനിക്ക് പ്രത്യേകിച്ച് കല്യാണമൊന്നും ആലോചിക്കേണ്ട കേട്ടോ, ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞു, നമ്മുടെ 50 ലക്ഷമൊക്കെ ഇല്ലേ പോയി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആദ്യമേ ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടി ചേർക്കപ്പെടും. സമയമാകും അല്ലേ? 2 മിനിറ്റ് കൂടെ. ഇപ്പോൾ രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞു. പ്രവാചകന്മാരിലെ ഏറ്റവും ശക്തനായ സ്നാപയോഹന്നാൻ്റെ കാര്യം കണ്ടു. ഈ സ്നാപയോഹന്നാൻ്റെ അടുത്തോട്ട് എല്ലാ തരക്കാരും വന്നു. അവൻ്റെ ഭംഗി കണ്ടിട്ടല്ല, അവനിലെ വചനം ശക്തമായിരുന്നു. അവൻ നന്നായിട്ട് ഒരുക്കിയിരുന്നു. അപ്പനെയും അമ്മയെയും മക്കൾ ബഹുമാനിക്കുന്ന നിങ്ങളുടെ സമ്പത്ത് കണ്ടുകൊണ്ടൊന്നും ആയിരിക്കരുത്, നിങ്ങളിൽ നിന്ന് വീതം കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരിക്കരുത്. മറിച്ച് നിങ്ങളിൽ നിന്ന് ദൈവികമായ കാര്യങ്ങൾ കിട്ടുമെന്ന് കണ്ടുകൊണ്ട് വേണം മക്കൾ നിങ്ങളെ സ്നേഹിക്കാൻ. എൻ്റെ അപ്പൻ വിശുദ്ധനായ ഒരു മനുഷ്യനാണെന്ന് നിന്നെപ്പറ്റി പറയാനിടയാണ്. എൻ്റെ അമ്മ വിശുദ്ധയായൊരു സ്ത്രീയാണെന്ന് അവളെ കൂട്ടുകാരോട് പങ്കുവയ്ക്കാനായിട്ട് ഇടയാകണം. ഈ സ്നാപയോഹന്നാൻ്റെ സമയത്താണ് അവനിങ്ങനെ കർത്താവിന് വഴിയൊരുക്കുമ്പോഴാണ് ഈശോ വന്ന് ജനിക്കുന്നത്. പിന്നെ വചനത്തിൻ്റെ ഒരു അഭിഷേകമാണ്. അവൻ വചനം എല്ലാവരോടും പറഞ്ഞു. ഞാൻ ചുരുക്കി പറയുക, ഈശോ എല്ലാവരോടും വചനം പറഞ്ഞു. അവനെ വചനം പറഞ്ഞു ഒരു ജനത്തെ ഒരുക്കി. അതിൻ്റെ അവസാനമാണ് അവനെ മനസ്സിലാക്കാത്തവർ അവനെ കുരിശേ തറച്ചത്, അറിയാമല്ലോ. എന്നാൽ ആ കാലഘട്ടത്തിൽ അവൻ ഒരു ചെറിയ ഗ്രൂപ്പിനെ വളർത്തിക്കൊണ്ട് വന്നു, അപ്പസ്തോലന്മാർ. അവർക്ക് വചനം എല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷേ ഈശോ മരിക്കാറായപ്പോഴത്തേക്ക് ഇവരൊക്കെ ഓടി രക്ഷപ്പെട്ടു, ഈ ശിഷ്യന്മാർ. കാരണം വചനം അവരുടെ ഹൃദയത്തിൽ അത്രയേ പതിഞ്ഞുള്ളൂ. പത്രോസ് ഉൾപ്പെടെ യോഹന്നാൻ മാത്രം കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു. കാരണം അവൻ ഈശോയുടെ ഹൃദയം വായിച്ചവനായിരുന്നു. അവനെക്കുറിച്ച് പറയുന്നുണ്ട്, അവന് ഈശോയുടെ മാറിടത്തിലേക്ക് ചാഞ്ഞു കിടന്നിരുന്ന ശിഷ്യനാണ്. നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്ത് രസകരമായ ചില കാര്യങ്ങളുണ്ട്. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പം എല്ലാവരും ഉത്കണ്ഠാകുലരായി, വിഷണ്ണരായി എല്ലാവരും. അയ്യോ, ചങ്ക് കൊള്ളുന്ന വർത്താനമല്ലേ പറയുന്നത്. നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. ആരാന്ന് ആർക്കും അറിയത്തില്ല, യൂദാസിന് അറിയായിരിക്കും. പെട്ടെന്ന് പത്രോസ് യോഹന്നാനോട് പറയുക, നീ ഒന്ന് ചോദിച്ചേ, ഗുരുവിനോടൊന്ന് ചോദിച്ചേ അത് ആരാന്ന്. പത്രോസിനെ ചോദിക്കാൻ മേലായിരുന്നോ? പത്രോസിന് അത്ര അടുപ്പം അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. വചനമായ കർത്താവിനോട് അത്രയും അടുപ്പം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സഭയുടെ ശിരസായിട്ട് കർത്താവ് പത്രോസിനെ വാഴിച്ചെങ്കിലും അത്രയും അടുപ്പം ഉണ്ടായിരുന്നുള്ളൂ. യോഹന്നാന് കുറച്ചുകൂടെ അടുപ്പം ഉണ്ടായിരുന്നു. നീ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ആ യോഹന്നാനാ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത്. അവനാണ് പിന്നെ എഴുതി വെച്ചത്, ഗോഡ് ഈസ് ലവ്. കുരിശിലെ ആ വലിയ സ്നേഹം കണ്ടിട്ട് അവനിങ്ങനെ തേങ്ങി നിന്നു അവിടെ. യോഹന്നാനോട് ഈശോ പറഞ്ഞു, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ. മാതാവിനെ കാണിച്ചു പറഞ്ഞു, ഇതാ അമ്മ. അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മോൻ. അങ്ങനെ വലിയൊരു കൈമാറ്റം അവിടെ നടന്നു. ഒരു വിശുദ്ധ കൈമാറ്റം കുരിശിൻ്റെ ചുവട്ടിൽ നടന്നു. അതിനുശേഷം കാൽവരിയുടെ പടി ഇറങ്ങിയപ്പോൾ യോഹന്നാൻ്റെ ഹൃദയത്തിലും മനസ്സിലും എല്ലാം നിറഞ്ഞു തരുന്നത് ക്രൂശിതനായ ഈശോ ആയിരുന്നു. അവൻ വിളിച്ചു പറഞ്ഞു, ഗോഡ് ഈസ് ലവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര കാലമായി ഈ പള്ളി വരാൻ തുടങ്ങിയിട്ട്? പഴയ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ പുതിയ പള്ളി, നല്ല സുന്ദരം പള്ളിയായി. നമ്മളുടെ എത്രയും പേർക്ക് ഇത്രയും നാൾ കുർബാനയിൽ പങ്കെടുത്തിട്ട് ഈശോയോട് വ്യക്തിപരമായ സ്നേഹമുണ്ട്? ഞാൻ ആത്മപരിശോധിക്കുക തന്നെ, ആർക്കും സ്നേഹം ഇല്ലെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. നീ പരിശോധിച്ച് നോക്ക്, ഞാൻ ഉൾപ്പെടെ നമ്മൾ പരിശോധിക്കണം. ഇത്രയും നാൾ ദിവ്യബലിയിൽ പങ്കെടുത്തിട്ട് വചനം കേട്ടിട്ട് ഈശോയോട് എന്നാ ബന്ധമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. വീണ്ടും തുടരുമ്പോൾ അപ്പസ്തോലന്മാരിലൂടെ വചനം തുടർന്നു. അപ്പസ്തോലന്മാർ എല്ലായിടത്തും പോയി പ്രഘോഷിച്ചു. ഇന്ന് സഭയിലൂടെ അവിടെ തുടരുന്നു. നമ്മുടെ കയ്യിലോട്ട് ബാറ്റൺ കിട്ടിയിരിക്കുക. നീ എന്നാ ചെയ്യുന്നു? നീ ബാറ്റൺ കൈമാറിയില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വചനം കിട്ടത്തില്ല. റിലേ ഓട്ടം കണ്ടിട്ടില്ലേ? ബാറ്റൺ കൈമാറുന്നതാണ്. അതിലൊരാൾ വഴിക്ക് വീണു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് ബാറ്റൺ തെറിച്ചു പോയി കഴിഞ്ഞാൽ അടുത്തയാൾക്ക് എങ്ങനെ ബാറ്റൺ കിട്ടുന്നത്? ബാറ്റൺ ഇല്ലാതെ ഓടേണ്ടി വരും, തോറ്റുപോകും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ വചനത്തിൻ്റെ വലിയ അഭിഷേകം കർത്താവ് തന്നിരിക്കുക. അങ്ങ് തുടങ്ങിയതാ. ബൈബിൾ ചരിത്രത്തിൻ്റെ ആരംഭം തുടങ്ങി ഇങ്ങോട്ട് കൊണ്ടുപോരുന്ന. അതാ ഞാൻ ഇന്ന് പറഞ്ഞു വന്ന സംഭവം. നീ എന്ന വ്യക്തി നിൻ്റെ കുടുംബജീവിതത്തിലൂടെ ഈ രാമൂവര ഇടവകയിൽ അംഗമായിരിക്കുമ്പോൾ ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും, പ്രത്യേകിച്ച് നിൻ്റെ വീട്ടിലുള്ളവർക്ക് കൊടുക്കാൻ നീ എന്തേലും പരിശ്രമിക്കുന്നു?